പിന്നിൽ പ്രവർത്തിച്ചവർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ യഥാർത്ഥത്തിൽ ഇതിന്റെ ഫൗണ്ടർ ഹിഷാം സാറ്, അതോടൊപ്പം യെല്ലോ പ്രസിഡൻസ് നിതിൻ നാരായൺ സാർ, അതുപോലെ ജിനി പിന്നെ സാംസൺ, കോഓർഡിനേറ്റേഴ്സ് നമ്മുടെ ശ്രീ സാറ്, മനോജ് സാറ്, രേഖ മാം, പിന്നെ മുജീബ് സാർ, ഇങ്ങനെ ഒത്തിരി പേരുടെ ഒരു സ്വപ്നം, അല്ലെങ്കിൽ അവരുടെ ഉറക്കം കെട്ടപ്പോഴാണ്, ഉറക്കമില്ലാതായപ്പോഴാണ്, അവർ ഉറങ്ങാൻ പറ്റാതെ സ്വപ്നം കണ്ടപ്പോഴാണ് ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു ഫ്ലോറ് നമ്മുടെ മുൻപിൽ ഉണ്ടായത്. അതിന് ആദ്യമായി അവരെ എല്ലാവരെയും അവരുള്ള നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം അവരെ എല്ലാവരെയും ഈ ഫ്ലോറിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ഫ്ലോറിൻ്റെ ഫ്ലറിഷിംഗ് എന്ന് പറയുന്ന നമ്മുടെ പിന്നെ ട്രെയിനർ മിൻഷു രാജ്, അദ്ദേഹം മഞ്ചേരിയിലുള്ള മഞ്ചേരിക്കാരനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ട്രെയിനറാണ്. കൂടുതലായിട്ട് കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടെ, ക്ഷമിക്കണം. ഏതായാലും മിൻഷുരാജിനെ ഹാർദപൂർവ്വം, ഹൃദയപൂർവ്വം, സ്നേഹപൂർവ്വം ഈ ഫ്ലോറിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ഇന്ന് നമുക്ക് നമ്മുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന രേഖാമാമിൻ്റെ തമാശകളും ഒച്ചപ്പാടും ബഹളവും ഒക്കെയാണ് നമ്മൾ കോഫി ടോക്കിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് വേണേൽ പറയാം. അപ്പോൾ അവരെയും സ്നേഹപൂർവ്വം ഈ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നലെ ഈ വലിയൊരു പ്രോഗ്രാമാണ്, പബ്ലിക് പ്രോഗ്രാമായിരുന്നു തൃശ്ശൂർ വെച്ച് നടന്നത്. അവിടെയൊക്കെ പോയി തിരിച്ച് വീട്ടിലെത്താൻ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടാവും, ഉറങ്ങിയിട്ടുണ്ടോ എന്ന് സംശയമായിരിക്കും. പോരാത്തതിന് കാലാവസ്ഥയൊക്കെ പലപ്പോഴും മോശമായിരുന്നു. ഈവൻ എങ്ങനെയൊക്കെ ആണെങ്കിലും ഇൻ ടൈമിൽ എത്തിച്ചേർന്ന് അതൊക്കെ തൃണവൽഗണിച്ച് ഇവിടെ എത്തിച്ചേരുവാൻ കാണിച്ച JCI മെമ്പേഴ്സ്, നോൺ JCI മെമ്പേഴ്സ് എല്ലാവരെയും സ്നേഹപൂർവ്വം ഹാർദവുമായി ഈ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒത്തിരി നന്ദി. ഓവർ ടു ചെയർമാൻ രേഖാമാം. താങ്ക് യു. താങ്ക് യു ബേബി സർ, താങ്ക് യു. ഇതിപ്പോ എന്താ പറയാ, ചീത്ത പറയണത് പോയിട്ട് ഞാൻ എങ്ങനെ അഭിനന്ദിക്കും എന്നുള്ള രീതിയിലാണല്ലോ ഒന്ന് വെൽക്കം പറഞ്ഞിട്ടുള്ളത്. വളരെ നന്നായിട്ടുണ്ടായിരുന്നു സർ, നന്നായിട്ട് സംസാരിച്ചു. നമുക്കിനി അടുത്ത് നമ്മുടെ ട്രെയിനറിലേക്ക് പോവാം. എനിക്ക് നമ്മളുടെ ഇന്നത്തെ ട്രെയിനറെ ഒരുപാട് കാലം കൊണ്ടൊന്നും പരിചയമില്ല. ഞാൻ ഒരു ജേക്കോം കോച്ചാണ്. അദ്ദേഹം മഞ്ചേരി ജേക്കോമിന്റെ ചെയർമാനാണ്. അങ്ങനെ ഒരു C2Cക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ബിൻസുരാജിനെ കാണുന്നത്. ആ സമയം തൊട്ടേ ഒരു നല്ല പേഴ്സണാലിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾ ഒരുമിച്ച് ഒരു C2C ചെയ്തു. വീണ്ടും ഇപ്പൊ കോട്ടക്കൽ മെഗാ C2Cക്ക് കണ്ടു. ഞാൻ ഇപ്പൊ കണ്ട വെച്ചിട്ട് നല്ലൊരു ലീഡർഷിപ്പ് പവർ ഉള്ള ഒരു JCI പ്രസിഡന്റ് ഒക്കെ അടുത്ത കാലത്ത് ആവാൻ തക്ക കഴിവുള്ള ഒരു മികച്ച ട്രെയിനിങ് ഒരു ജേക്കോം ചെയർമാൻ, അത് അവിടെ കോച്ചില്ലാഞ്ഞിട്ട് ആ സമയത്ത് ബിൻസുരാജ് ആയിരുന്നു ടേബിളിനെ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയിരുന്നതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. നമുക്ക് അടുത്ത കാലത്ത് കേൾക്കാം അദ്ദേഹം മഞ്ചേരി ചാപ്റ്ററിന്റെ പ്രസിഡന്റ് ആയി എന്നൊക്കെ നമുക്ക് കേൾക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ആശംസിക്കണം ഒരു പ്രസിഡന്റ് ആവട്ടെ എന്നൊക്കെ. അപ്പൊ നമുക്ക് എന്താണ് അദ്ദേഹത്തിന് നമ്മുടെ ലീഡർഷിപ്പിനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. സർ, ദ ഫ്ലോർ ഈസ് യുവേഴ്സ്. താങ്ക് യു രേഖ മാം, താങ്ക് യു. മൈ വോയിസ് ഇസ് ഓഡിബിൾ അല്ലേ? ഓക്കെ, താങ്ക് യു. ഒന്ന് പനിച്ചു, അതുകൊണ്ട് സൗണ്ട് ഒക്കെ ഒന്ന് ഇതായി. അതിൻ്റെ ഒരു കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്തായാലും വളരെ നല്ല രീതിയിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ സ്പെഷ്യൽ താങ്ക്സ് ടു രേഖ മാം. ആൻഡ് നമ്മുടെ സ്വാഗത പ്രസംഗം നമ്മൾക്ക് വളരെ നല്ല രീതിയിൽ പറഞ്ഞു തന്ന സാർക്കും വളരെ താങ്ക് യു. എന്താ പറയുക, ആദ്യം തന്നെ ഇതിനൊരു ഇനീഷ്യേറ്റ് എടുത്ത ആളുകളെ മുക്തകണ്ഠ പ്രശംസിക്കാൻ വേണ്ടി ഈ ഒരു അവസരം ഫസ്റ്റ് തന്നെ ഉപയോഗിക്കുകയാണ്. കാരണം 957 മീറ്റിംഗ് കവർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ അച്ചീവ്മെന്റ് അല്ല. നമുക്കറിയാം, വളരെ വലിയൊരു എന്താ പറയുക സംഭവം. നമ്മൾ സൂം ആണെങ്കിൽ പോലും ഇത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു റിസ്ക് ഏറിയ സംഭവമാണ്. കാരണം നമ്മൾ നാട്ടിൽ ചില ഗ്രൂപ്പുകൾ ഉണ്ടാവും. ആ ഗ്രൂപ്പ് നമ്മൾ അതിൻ്റെ അഡ്മിനായി നിൽക്കുമ്പോൾ അത് കൊണ്ടുപോകാൻ തന്നെ നമുക്ക് അനുഭവിക്കുന്ന ഒരു പ്രയാസം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. അതേപോലെ തന്നെയാണ് നമ്മളുടെ ഒരു കൂട്ടായ്മയെ 2 JCI കൂടി ചേർന്നിട്ട് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഏതൊരു സമയത്തും സോൺ 28 സത്യത്തിൽ സോൺ 21 പല രീതിയിലും
ഞങ്ങള് പല പ്രോഗ്രാമിലും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അവിടുത്തെ ഒരു ജെക്കോമിന്റെ ഒരു ഉയർച്ച എന്ന് പറയുന്നത് തന്നെ. അത്തരത്തില് മറ്റൊരു ഞെട്ടിച്ചൊരു കാര്യമാണ് ഈ ഒരു 957 മീറ്റിംഗ് കവർ ചെയ്തു എന്നുള്ളത്. മാത്രമല്ല ഏകദേശം ഒരു 40ഓളം ആളുകൾ ഈ ഒരു സമയത്ത് ഈ ഒരു മീറ്റിംഗിൽ കയറിയതിൽ എന്താ പറയാ, അതും വലിയൊരു ഞെട്ടൽ ഉയർത്തുന്ന. അതുകൊണ്ട് തന്നെ രാവിലെ ഇന്നത്തെ ഒരു ദിവസം സത്യം പറയുകയാണെങ്കിൽ ഫുള്ള് ഞെട്ടലാ. അങ്ങനെയാണ് തുടങ്ങുന്നത് തന്നെ. ഏതായാലും നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ഒന്നുമില്ല, ചെറിയൊരു ഗ്യാതറിങ് മോർണിംഗ് നമുക്കൊന്ന് ക്ലിയർ, നമുക്കൊരു ചെറിയൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് കരുതുന്നു. കീപ് ഗോയിങ്. നമുക്കൊന്നുമില്ല, നമ്മൾ ലീഡർഷിപ്പ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരുടെ എന്താണ് ലീഡർഷിപ്പ്? ഒരു 2 പേരൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് എന്താണ് ലീഡർ എന്നുള്ളതൊന്ന് പറഞ്ഞുതരാവോ? ഒരു ഗ്രൂപ്പിനെ നയിക്കുന്ന ആള്. ഒരു ഗ്രൂപ്പിനെ നയിക്കുന്ന ആളാണ് ലീഡർ. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും എന്താണ് ലീഡർ? ഒരു ഗോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പിന് ഗൈഡൻസ് കൊടുത്ത് നയിക്കുന്ന ആള്. ഗൈഡൻസ് കൊടുത്ത് നയിക്കുന്ന ആള് അല്ലേ? സർ ഒരു കാര്യം പറഞ്ഞോട്ടെ. എക്സാക്ട്ലി സർ. നമ്മൾ അന്വേഷിച്ചു പോകരുത്, ജനങ്ങൾ നമ്മളെ അന്വേഷിച്ച് വരണമെന്ന് പണ്ട് ഇപ്പോഴത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞൊരു സിനിമയിലെ ഡയലോഗ് ഉണ്ട്. അന്ന് മുതൽ എന്റെ മനസ്സിലുള്ള ഒരു ലീഡർഷിപ്പിന്റെ ഒരു ക്യാപ്ഷൻ അതാണ്. താങ്ക് യു. നമ്മളെ അന്വേഷിച്ചു. ലീഡർഷിപ്പ് ഈസ് നോട്ട് എ പൊസിഷൻ ബട്ട് ആൻ ആക്ഷൻ എന്നാണ്. പ്രവർത്തനത്തിലൂടെ കോൺഫിഡൻസിലൂടെ തന്റെ ഗ്രൂപ്പിനെ, തന്റെ പിന്നിലുള്ളവരെ മുന്നിൽ നയിക്കുന്നവൻ. താങ്ക് യു. അസീസ് സർ. ഓക്കെ. ഇതാണ് ലീഡർ അല്ലേ? പറയൂ. നമ്മള് ലുക്കിലും ആക്ഷൻസിലും വേർഡ്സിലും ലീഡർ ആവണം. നമ്മളെ എല്ലാം കൊണ്ടും ഒരു ലീഡർ ആയിരിക്കണം അല്ലേ? നല്ല നമുക്ക് ഈ ഒരു സെക്ഷൻ ഇങ്ങനെ പോവാട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ കുറെ ഒരു അറിവുകൾ കൊണ്ടുവന്നിട്ട് ഇവിടെ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നില്ല. കാരണം എന്നെക്കാട്ടിൽ എത്രയോ എക്സ്പീരിയൻസ് ജീവിതം കൊണ്ടും അതേപോലെ തന്നെ പല രീതിയിൽ എക്സ്പീരിയൻസ് നേടിയ ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളെ പഠിപ്പിക്കുക അല്ലെങ്കിൽ എന്റെ അറിവ് നിങ്ങളിലേക്ക് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിലേ വന്നതല്ല ഞാൻ. നമ്മളൊരു ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 1-to-1 ടോക്കിംഗ് പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെക്ഷൻ നമുക്ക് കൊണ്ടുപോകാം. സത്യം പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് ലീഡർ അല്ലേ? ഞാൻ പറയുന്നത് ലീഡർ എന്ന് പറയുന്നത് എന്തിനൊരു ലീഡർഷിപ്പ് വേണം. ഏതൊരു കാര്യത്തിനും സത്യത്തിൽ ഒരു ലീഡർഷിപ്പ് നിർബന്ധമായിട്ട് വേണം. നമ്മളൊക്കെ ചില ആളുകളുടെ തെറ്റിദ്ധാരണ എന്താ വെച്ചാൽ ലീഡർ എന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കന്മാര് അല്ലെങ്കിൽ ഒരു ടീമിനെ നയിക്കുന്ന ആൾക്കാര്, നമ്മൾ ഒരു സ്കൂളിനെ നയിക്കുന്ന അങ്ങനത്തെ ഒരു നയിക്കുന്ന ആളുകളാണ് ലീഡർ എന്നുള്ളതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. സത്യം പറയുകയാണെങ്കിൽ ഞാന് പറയുന്നത് എല്ലാം ഓരോ ലീഡർഷിപ്പാണ്. നമുക്ക് കിട്ടുന്ന ഏതൊരു കാര്യങ്ങളും ലീഡർഷിപ്പോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. അതിന് സത്യത്തിൽ ഒരു ടീം ആവശ്യമില്ല. നമുക്ക് ഒരു എന്താ പറയാ, എന്തൊരു കാര്യം, ഉദാഹരണത്തിന് നമ്മുടെ വീട്ടില് ഒരു ഫംഗ്ഷൻ വരികയാണ് വിചാരിക്കാം. നമുക്കൊരു വീട്ടിലൊരു ഫംഗ്ഷൻ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ എന്തെങ്കിലും തരത്തിലൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കും. എന്ത് ഉത്തരവാദിത്തമാണെങ്കിലും അത് നല്ല രീതിയിൽ ഒരു ലീഡർഷിപ്പോട് കൂടി ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു ലീഡർ എന്നുള്ളത്, ഒരു കാഴ്ചപ്പാട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി. കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കിങ്ങനെ ഷെയർ ചെയ്ത് പോവാം എന്നുള്ളതാണ്. എന്താണ് ലീഡർ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ലീഡർ എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, അതിനെ നമുക്ക് അതിനെ ഓരോന്ന് കീറി മുറിക്കാം. മീൻസ് നമുക്ക് ഓരോ വാക്കിനെ നമുക്ക് എന്ത് ചെയ്യാം, സ്പെസിഫിക് ചെയ്യാം. ഇപ്പോ LEADER അതാണല്ലോ ലീഡർ എന്ന് പറയുന്നത്. എന്റെ വോയിസ് എവിടെയെങ്കിലും ഒക്കെ ബ്രേക്ക് ആവുകയാണെങ്കിൽ ഒന്ന് പറയണേ. നമുക്കൊരു ഓൺലൈൻ സെക്ഷൻ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഓക്കെ. താങ്ക് യു. അപ്പോ L എന്ന് പറയുന്നത് നല്ലൊരു ലിസണർ ആയിരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ഒരു ലീഡറുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ലിസണിങ് ആണ്. എനിക്ക് തോന്നുന്നു ഈ 40 ആളുകളും ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്
ലിസണിങ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ഒരു സമയത്ത് രാവിലെ നമ്മൾ കേൾക്കാൻ നമ്മൾ ഒന്ന് എനർജി ആവാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു സമയം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് 100% പറയാൻ പറ്റും നമ്മളെല്ലാവരും ലീഡർ ക്വാളിറ്റി ഉള്ള ആളുകളാണ്. കാരണം ലിസണിങ് പവർ ഉണ്ടാവാൻ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കുറവുള്ള ഒരു സംഭവമാണ് ഈ ലിസണിങ് എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് ആളുകളെ കേൾക്കാൻ സമയമില്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം നമ്മൾ അപ്പൊ ഏറ്റവും ലീഡറിന് ഏറ്റവും ഒരു വലിയൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കരുതുന്നത് ലിസണിങ് വേണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ആ എല്ലിനെ ഞാൻ സത്യത്തിൽ ലിസണിങ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്കാണ് പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ലിസണർ ആയിരിക്കണം. എന്ത് തന്നെ കേൾക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അത് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ പ്രൊഫഷണൽ ആയാലും എൻ്റെ എന്താ പറയുക ലീഡർഷിപ്പ് ക്വാളിറ്റി പല കാര്യത്തിൽ ലീഡറായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന സമയത്തും ഞാൻ ആദ്യം കൊണ്ടുവരുന്നത് ഞാൻ എന്നെ കേൾക്കാൻ എന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ എന്നെ തന്നെ ഞാൻ എന്ത് ചെയ്യും രാവിലെ എണീച്ച ചിലപ്പോൾ ഒരു 30 സെക്കൻഡ്സ് ഒക്കെ കണ്ണാടിയോട് എൻ്റെ പല കാര്യങ്ങളും ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പം ഞാൻ എന്നെ കേൾക്കാൻ പിന്നെ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള ആളുകളെയും ഞാൻ കേൾക്കാറ്. അപ്പൊ എല്ലിനെ ഞാൻ ലിസണിങ് ആയിട്ട് ഉപയോഗിക്കുകയാണ്. നെക്സ്റ്റ് എന്താണ് എമ്പതി? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാവോ? മറ്റുള്ളവരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വേദനകൾ നമ്മുടെ വേദനകളാക്കി മാറ്റി അത് ഉൾക്കൊള്ളുന്നതിനെയാണ് എമ്പതി എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ സിമ്പതിയോ? Put in the shoes എന്ന് പറയില്ലേ? Put in the shoes of others. Put in the shoes of others. യെസ് ഓക്കെ. സോ നമ്മള് ഞാനതിന് പറഞ്ഞാല് അയ്യോ പാവം അങ്ങനെയുള്ള ഒരു ഇത് അവർക്കൊരു പരിതപിക്കൽ മാത്രം. മറ്റേതൊരു സൊല്യൂഷൻ കൂടി കാണാൻ പറ്റുമെങ്കിൽ കൊടുക്കാം. അതാണ് എമ്പതി. താങ്ക് യു. അതെ. ഞാൻ പറയുന്നത് എമ്പതി സിമ്പതി വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ സിമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില ആളുകളെ കാണുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ചില സൗണ്ടുകൾ ഔ പാവല്ലേ എന്താലേ എന്താണിപ്പോ ആ രീതിയിൽ നമ്മൾ പറയുന്നതിനാണ് സത്യത്തില് സിമ്പതി എന്ന് പറയുന്നത് അല്ലേ? എക്സാക്ട് അല്ലേ? നമ്മൾ അത്തരത്തിൽ നമ്മൾ ഒരാളെ കാണുന്ന ആൾക്കാരെ കാണുമ്പോഴാണ് സിമ്പതി ആയിട്ട് കാണുന്നത്. പക്ഷെ എമ്പതി എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോട് കൂടി കേൾക്കേണ്ടതാണ്. എമ്പത്തറ്റിക് ആകുക എന്ന് പറയുന്നത് ഞാനായിരുന്നുവെങ്കിൽ ആ സ്ഥാനത്ത്, അതിനെയാണ് സത്യത്തില് എമ്പതി. ഞാനായിരുന്നുവെങ്കിൽ ഇപ്പൊ നമ്മൾ പലപ്പോഴും പല മന്ത്രിമാരൊക്കെ പറയാറുണ്ട് നിങ്ങളെ മുമ്പിലേക്ക് വരുന്ന ഓരോ ഫയലുകളും ഓരോ ജീവനുകളാണെന്നുള്ളതാണ്. സത്യത്തിൽ അത് പറയുന്ന എമ്പത്തറ്റിക് ആകുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഒരു ലീഡർ ആകണം എന്നുണ്ടെങ്കിൽ ഏത് പ്രോഗ്രാം ആയിക്കോട്ടെ, വീട്ടിലുള്ള ചെറിയ പ്രോഗ്രാം ആണെങ്കിൽ പോലും നമ്മളെ മക്കള് പറയുന്ന കാര്യങ്ങൾ പോലും നമ്മൾ കേൾക്കാനായിട്ട് എമ്പതറ്റിക് ആയിട്ട് അവരുടെ സ്ഥാനത്ത് തെറ്റുകൾ വരുന്ന ആളുകളാവാം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന ആളുകളാവാം, എന്ത് തന്നെ ആയാലും നമ്മൾ എമ്പതറ്റിക് ആകുക എന്ന് പറയുന്നത് നമ്മളായിരുന്നുവെങ്കിൽ ആ സ്ഥാനത്ത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് കൊണ്ടുവരിക. എന്താ വെച്ചാൽ നമ്മളാണ് ആ സ്ഥാനത്ത് എന്നുള്ള കണ്ടുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മളെ ലീഡർഷിപ്പിൽ അത് ഒരുപാട് ക്വാളിറ്റികൾ വരുത്തും. അതുപോലെ തന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഇനെ എടുക്കുന്നത് എമ്പതി എന്ന് പറഞ്ഞിട്ടാണ്. എമ്പതറ്റിക് ആവുക എന്നുള്ളതാണ്. പിന്നെ എ ഫോർ അക്കംപ്ലിഷ് ആണ്. അക്കംപ്ലിഷ് എന്ന് പറഞ്ഞാൽ നമ്മളെ കാര്യനിർവഹണമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം നമ്മൾ എന്തെങ്കിലും ഒരു ഗോളിലേക്ക് നമ്മൾ അറിയാലോ, നമ്മളൊരു ലീഡർ ആകുക എന്ന് പറഞ്ഞാൽ ഒരു ഗോളിലേക്ക് നമ്മൾ ആ ഗോളിലേക്ക് നമ്മൾ പെട്ടെന്ന് അച്ചീവ് ആകാൻ വേണ്ടി, അപ്പോൾ ആ കാര്യനിർവഹണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യത്തിനാണ് അക്കംപ്ലിഷ് എന്ന് പറയുന്നത്. ഡി എന്ന് പറയുന്ന ഡ്രൈവ് സെയിം ആണ്. നമ്മളൊരു കാര്യനിർവഹണവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. നമുക്ക് ഡ്രൈവ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു അച്ചീവിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തണം. അതിനെയാണ് ഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വളരെ ശ്രദ്ധിക്കേണ്ട സാധനമാണ് നെക്സ്റ്റ് ഇ. എന്താണ് നെക്സ്റ്റ് ഇ? എൻകറേജ്. എൻകറേജ് ചെയ്യുക മറ്റുള്ളവരെ. ഉദാഹരണത്തിന് കഴിഞ്ഞ ലോകകപ്പ് നമുക്ക് അറിയാം. ഇപ്പോൾ നമ്മുടെ ബ്രസീൽ വളരെ പെട്ടെന്ന് തന്നെ പുറത്തു പോയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും അവരുടെ രണ്ടാമത്തെ കളി, നിങ്ങളെല്ലാവരും ലോകകപ്പ് കാണുന്ന ആളുകൾ ഉണ്ടതിൽ, ഞാൻ കളിയെ പറയുമ്പോൾ കാണുന്ന ആളുകളില്ലേ? ഉണ്ട്. വിനോദേട്ടാ കാണാനില്ലേ? വിനോദേട്ടാ Of course, പിന്നെ യെസ്.
അതേപോലെ ഇപ്പൊ ഫൈനൽ ആണെങ്കിൽ പോലും നമ്മൾ അവർ ഓരോ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇപ്പൊ കഴിഞ്ഞ ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തു പറയാൻ കാരണം എന്താ വെച്ചാൽ ബ്രസീലിന്റെ രണ്ടാമത്തെ കളി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനൊരു ബ്രസീലുകാരനല്ല കേട്ടോ. പിന്നെ ഞാൻ ആദ്യം തന്നെ പറയണത് എന്താ വെച്ചാൽ ഞാൻ ഒരു ബ്രസീലുകാരനല്ല. എനിക്ക് താല്പര്യമുള്ള ടീം ഫ്രാൻസ് ആയിരുന്നു. ഏതായാലും രണ്ടും പോയിട്ടുണ്ട്, പുറത്ത് പോയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും എൻകറേജ് ചെയ്യാന്ന് പറയുന്നത് രണ്ടാമത്തെ കളിയിൽ അവർ എൻകറേജ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പാൾട്ട്, കാരണം ഒരുപാട് പ്രാവശ്യം അവര് ഷോട്ട് നമ്മളെ മറ്റു എതിർ ടീമിന് കൊടുത്തെങ്കിൽ പോലും അതൊന്നും ഗോളായിട്ടില്ല. അത് കഴിഞ്ഞ് അവരത് ഫെയിലിയർ ആവുമ്പോൾ അവർ നേരെ പോകുന്നത് അവരെ കാണികളെടുത്തായിരുന്നു. എന്നിട്ട് അവരോട് എന്ത് ചെയ്യാ, എൻകറേജ് ചെയ്യാനാണ് പറയുന്നത്. അത് ഉടനീളം ആ കളിയുടെ പിന്നെ എ മുതൽ സെഡ് വരെയുള്ള ആ സമയം കൊണ്ട് അവർ ആ എൻകറേജ് ചെയ്തപ്പോൾ അവർ ലാസ്റ്റ് ആ ഒരു കളിയിൽ അവർ വിജയം നേടി. പല കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മളെ ടീമിന് എന്ത് ചെറിയ കാര്യമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അവരെ കൂട്ടിപ്പിടിച്ച് എൻകറേജ് ചെയ്തിട്ട് കൊണ്ടുപോകണം. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ അവരെ പരിഗണിച്ചു എന്നുള്ള ഒരു തോന്നലുകൾ നമ്മളെ ടീമിന് ഉണ്ടാക്കിയാൽ, അല്ല നമ്മളൊരു കൂട്ടായ്മയെ ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ നമ്മളൊരു ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ നമ്മുടെ പിന്നിലുള്ള ആൾക്കാരെടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് റിസൾട്ടിലേക്ക് എത്താൻ വളരെ പെട്ടെന്ന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് നമുക്ക് എന്താ വെച്ചാൽ അപ്പൊ ഞാനൊക്കെ പല കാര്യങ്ങളിലും അത്തരത്തിൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ എപ്പോഴും ഒരു പോളിഷിങ് മൈൻഡോട് കൂടിയാണ് ഞാൻ എപ്പോഴും നിൽക്കല്. കാരണം ഞാൻ എന്നെ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോളിഷ് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ടീമിനെ എൻകറേജ് ചെയ്തിട്ട് കൊണ്ടുപോലെ. ദ ലാസ്റ്റ് വൺ ഈസ് ആർ ഫോർ റെക്കഗ്നൈസ്. വളരെ ഈ രണ്ട് ഞാൻ പറയുന്ന ആ ലീഡർ എന്ന് പറയുന്നതിന്റെ ഇയും ആറും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം റെക്കഗ്നൈസ് ചെയ്യുക, അതേപോലെ തന്നെ എൻകറേജ് ചെയ്യുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെക്കഗ്നൈസ് ചെയ്യാൻ എന്ത് കോൺട്രിബ്യൂഷൻ അവർ നമ്മളെ ഒരു ഗോളിലേക്ക് അല്ലെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ഇതിലേക്ക് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യുക, എന്താണെങ്കിലും ചെറുതാണെങ്കിൽ പോലും റെക്കഗ്നൈസ് ചെയ്യുക. നല്ല എന്താ പറയാ, ഒരു കൂട്ടായ്മ അവരൊപ്പം നമ്മളുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഉണ്ടാക്കിക്കേണ്ടത്. ഇതൊക്കെയാണ് ഒരു ലീഡർക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എൽ ഫോർ ലിസണിങ് ലിസൺ എന്നൊക്കെ പറയാം. ഇ ഫോർ എംപതി. ഓക്കെ സർ. എ ഫോർ അക്കംപ്ലിഷ്. D for drive. E for encourage. R for recognize. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെറിയൊരു ചോദ്യം നിങ്ങളിലേക്ക് ചോദിക്കട്ടെ. എന്താണ് ഈ ലീഡറും ബോസും തമ്മിലുള്ള വ്യത്യാസം? ലീഡർ ചേർത്ത് നിർത്തുന്ന ആളും ബോസ് നിർദ്ദേശിക്കുന്ന ആളും. ബോസ് എന്ന് പറയുന്നത് നിർദ്ദേശകനാണ്, നിർദ്ദേശിക്കുക, ആജ്ഞാപിക്കുക എന്നുള്ളതാണ്. ലീഡർ എന്ന് പറഞ്ഞാൽ ചേർത്ത് നിർത്തി കാര്യം നിങ്ങൾ ചെയ്യുക എന്നുള്ളത്. അടിപൊളി. ആരായിരുന്നു അത് പറഞ്ഞത്? എന്റെ പേര് അനിൽകുമാർ. അനിൽ സാർ, അടിപൊളി. നെക്സ്റ്റ്. ബോസ് എന്ന് പറയുന്ന ആൾക്ക് ലിമിറ്റഡ് നമ്പർ ഉണ്ടാവും, താഴെയുള്ളവര് ഇത്ര പേരുടെ ബോസാണ് അദ്ദേഹം. പക്ഷെ ലീഡർ എന്ന് പറഞ്ഞാൽ എല്ലാവരുടേതാണ്, എല്ലാവരുടേതുമായിരിക്കണം. അതെ. അങ്ങനെ നമുക്ക് അതെ നമുക്കിപ്പോ ഒരു പിന്നെ ഒരു ചെറിയ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിപ്പോ ഒരു 500 പേര് 1000 പേരുള്ള ഒരു കമ്പനിയിൽ ഒരു ബോസ് ഉണ്ടാവും, നമുക്കൊരു ടോട്ടൽ ഒരു ബോസ് ഉണ്ടാവും. സോ നമുക്കതന്നെ. പിന്നെ ആർക്കെങ്കിലും ഉണ്ടോ? എല്ലാവരും ഒന്ന് ഇതിന് നമുക്ക് പ്രതികരിക്കണം കേട്ടോ, കാരണം ഇതെന്താണെന്നുള്ളതേ. കാരണം എനിക്ക് ചിലപ്പോൾ അതെന്ത് ചെയ്യാം, നല്ലൊരു പോയിന്റ് ആയിരിക്കും നിങ്ങൾ പറയുന്നത്. ബോസ് നല്ല ലീഡർ ആയിരിക്കണം. എന്തുമാ? ബോസ് നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളായിരിക്കണം. അപ്പൊ നമുക്ക് ഈ ക്ലാസിഫിക്കേഷൻ വരുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതെ. ബോസ് എന്ന് പറയുന്നത് പൊതുവിലെ ഒരു അതോറിറ്റി ഒക്കെ പോലെ ബിഹേവ് ചെയ്യാം. ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും. All leaders are good bosses. Not all bosses are not good leaders. സർ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ ഇലയ്ക്കും ഉള്ളിലും കേടില്ലാത്ത രീതിയിൽ രണ്ടുപേരെയും ക്ലിയർ ചെയ്തു.
ബോസ് കമാൻഡ് ലീഡർ ഡയറക്ടർ. എക്സാക്ട്ലി യെസ് ബോസ് തന്നെയാണ് ഒരാളെ ബോസ്. ഒരു കാണത്തുള്ളൂ. ബോസ് വിചാരിച്ചാൽ ബോസ് രക്ഷിക്കാനും ഒരാളെ ശിക്ഷിക്കാനും കാണത്തുള്ളൂ. കഴിയും. ബോസ് കമാൻഡ്സ് ലീഡർ. യെസ് എക്സാക്ട്ലി. ഇതാരാ പറഞ്ഞ ഈ ലാസ്റ്റ് ആരാ എന്തോന്ന് പറഞ്ഞല്ലോ? എന്താണ് ഇപ്പൊ സാർ പേരെന്ത് ചെയ്തു? ബോസ് കമാൻഡാ പറഞ്ഞു. എക്സാക്ട്ലി വിനോദ് കുമാർ സർ. എക്സാക്ട്ലി. ബോസ് എന്ന് പറയുന്നത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ കമാൻഡിങ് മാത്രമുള്ള ആളെയാണ് നമ്മൾ ബോസ് എന്ന് പറയാം. യെസ് ഓർ നോ? അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബോസ് എപ്പോഴും കമാൻഡിങ് ആളായിരിക്കും. അത് ചെയ്യ്, ഇത് ചെയ്യ്, ഇത് ചെയ്ത് ശരിയായിട്ടില്ല, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ അതാണ് ബോസ് എന്ന് പറയുന്നത്. സത്യത്തില് ഒരു ലീഡർ ആയിരിക്കണം ഒരു ബോസ് എന്നുള്ളത് നമ്മളിപ്പോ പറഞ്ഞു. പക്ഷെ ഒരു ലീഡർ എപ്പോഴും എന്ത് ചെയ്യണം? ഇൻസ്പയർ ചെയ്തിട്ട് കൊണ്ടുപോവാ ചെയ്യേണ്ടത്. നമ്മളെ ടീമിനെ ഇൻസ്പയർ ചെയ്തിട്ട് പോകേണ്ട, ഒരു തരത്തിലും കമാൻഡിങ് ചെയ്യാൻ പാടില്ല. ഇന്നത്തെ കാലത്ത് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു 26th നമ്മൾ ഒരു 2026 നിൽക്കുമ്പോൾ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ജനറേഷന് ഒരു തരത്തിലും ബോസുകളെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇപ്പോഴത്തെ ഒരു ജനറേഷൻ നമുക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, അവർക്ക് നമ്മൾ അവരുടെ ജോബിനെ സത്യം പറയുകയാണെങ്കിൽ അവർ പല ആൾക്കാരും കൊണ്ടുപോകുന്നത് അത്തരത്തില്. അവർക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ വേണം, നല്ലൊരു ഗ്യാദർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിരിക്കണം. അങ്ങനെയാണ് അവരുടെ ജോബിനെയൊക്കെ നമ്മൾ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബോസ് എന്ന് പറയുന്ന ആ പണ്ടത്തെ ആ ഒരു സംഭവങ്ങൾ ഇപ്പോൾ എങ്ങനെയായാലും നമ്മളൊരു ഫോമിൽ നമുക്ക് കൊണ്ടുവരാനേ സാധിക്കില്ല. ഉദാഹരണത്തിന് ഞാൻ ഏകദേശം ഒരു 250 സ്റ്റാഫ് എബോ പിന്നുള്ള ഒരു കമ്പനിയാണ്. സ്വാഭാവികമായിട്ട് വൺ ഓഫ് ദ ഡയറക്ടറാണ് ഞാൻ. അപ്പൊ നമ്മളും തന്നെ അത്രയും സ്റ്റാഫിനെ നമ്മൾ കൊണ്ടുപോകാന്ന് പറയുന്നത് തന്നെ വലിയൊരു ചടങ്ങാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരിക HR കാര്യങ്ങളാണ്. നമ്മൾക്ക് ഇവരെ കൊണ്ടുപോകാൻ, മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ റിസ്ക് ഏറിയ സംഭവം. പക്ഷെ ഞാൻ അഡോപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്നത്, ഞാൻ എൻ്റെ ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നത് സത്യം പറയുകയാണെങ്കിൽ അവരിൽ ഒരാളായി നിന്നുകൊണ്ടാണ് ഞാൻ അവരെ കൊണ്ടുപോകുന്നത്. അത് ഇനി ഏതായാലും ഇപ്പൊ നമ്മള് JCA പ്രസിഡന്റ് ആവുകയാണെങ്കിലും സ്വാഭാവികമായിട്ട് ജെക്കോമിന്റെ ഏതൊരു ലീഡർഷിപ്പിലേക്ക് വരികയാണെങ്കിലും സ്വാഭാവികമായിട്ട് നമ്മളെ ടീമിൽ പല ആളുകളും ഉണ്ടാവും, പല പ്രൊഫഷണൽ ആളുകൾ ഉണ്ടാവും. അവരൊക്കെ കേട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബോസ് അല്ലാതെ ഒരു ലീഡറായിട്ട് നിൽക്കണം എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും വേണ്ട കമാൻഡിങ് പവർ ആയിരിക്കും ചിലപ്പോൾ ഒരു ബോസ് എന്ന് പറയുന്നത്. സോ നമ്മളെ സംബന്ധിച്ചോളം ഇൻസ്പയർ ആയിരിക്കണം. അവർക്കിടയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻസ്പയർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. മറ്റത് ബോസ് എപ്പോഴും ഒരു കൺട്രോളിങ് ആയിരിക്കും. അവരെന്ത് ചെയ്യും? ഒരു ഇറുക്കി പിടിച്ചിട്ടായിരിക്കും അവരെ കൊണ്ടുപോകുക. അവർ എങ്ങോട്ട് ചലിച്ചാലും അതിനൊക്കെ വാച്ച് ചെയ്തിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകുന്ന ആളാണ് ശരിക്കും ബോസ് എന്ന് പറയുന്നത്. സംഭവം നമ്മൾ ലീഡറിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അവരെ ഗൈഡ് ചെയ്യാണ് വേണ്ടത്. ഇത് ലാസ്റ്റ് ബോസ് എപ്പോഴും സേ ഗോ, അങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ, ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും അവരുടെ സംസാരം വരിക. പക്ഷെ നമ്മൾ ലീഡറിലേക്ക് വരുമ്പോൾ സേ ലെറ്റ്സ് ഗോ, നമുക്കൊരുമിച്ചിറങ്ങാം, നമുക്കൊരുമിച്ച് പോകാം, ഇത്തരത്തിൽ ആയിരിക്കണം നമ്മുടെ സംസാരങ്ങളൊക്കെ വേണ്ടത്. ഡിയർ ടീം, നമ്മളൊരു ടീമായിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തിനു തന്നെ ആയാലും നമ്മൾ നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇത്തരത്തിലാണ്. നമ്മളൊരു ലീഡറായിട്ട് നിൽക്കുമ്പോൾ അവരുടെ ഇടയിൽ ഇൻസ്പയർ ആയിട്ട് നിന്നുകൊണ്ട് അവരെ നല്ല നല്ല രീതിയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ചിറങ്ങൽ, എന്തൊരു കാര്യമാവട്ടെ, എന്ത് റിസ്ക് ഏറിയ കാര്യമാണെങ്കിലും അവരോട് പറയാം നമുക്ക് ഒരുമിച്ചിറങ്ങല്ലേ എന്നുള്ളത് അവരുടെ ഇടയിലായിട്ട് അല്ലെങ്കിൽ അവർക്കൊപ്പമാണ് എന്നുള്ള ഒരു ചിന്താഗതി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ടീം സ്വാഭാവികമായിട്ട് മൂവ് ചെയ്യും. നല്ലൊരു ലീഡറാകുക എന്ന് പറയുന്നത് നല്ല ഒരു പിടി ആളുകളെ നമ്മളെ ടീമിലേക്ക് ചേർക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് നല്ലൊരു ലീഡർഷിപ്പിലേക്ക് എത്താൻ പറ്റും. നമ്മുടെ പല കുറവുകളും അവർ നികത്തി തരും. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ എന്ത് ചെയ്യുക? നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. സോ അതാണ് ലീഡറിന്റെ മറ്റൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഒരു കുറച്ച് സ്വഭാവ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മളതിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ. നമ്മൾ ഒരിക്കലും ഒരു ബോസ് എന്നുള്ളത് ആകരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ തെറ്റുകളെ തിരുത്താൻ നമ്മൾ വില്ലിങ് ആവില്ല. അപ്പൊ എന്നെ കേൾക്കുന്ന ആളുകളെല്ലാവരും അത്തരത്തിൽ എവിടെയെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇന്നത്തോടു കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ദയവായി അതിൽ നിന്ന് ഒരു മാറ്റം വരുത്തിക്കൊണ്ട് നിങ്ങളെല്ലാവരും നല്ലൊരു ലീഡർ ആകണമെന്നുള്ളത് ഞാൻ അറിയിക്കുകയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ചെറിയൊരു കാര്യം കൂടി നമുക്ക് പറയാം ലീഡറെ കുറിച്ചിട്ട്. നമുക്ക് എന്ത് ചെയ്യാം? അവർക്ക് വേണ്ടത് നല്ലൊരു വിഷയം വേണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ലീഡർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്, എൻ്റെ വോയിസ് ക്ലാരിറ്റി കുറവൊന്നുമില്ലല്ലോ, ക്ലിയർ അല്ലേ? കേൾക്കുന്നില്ലേ? ഓക്കെ, താങ്ക് യു. നല്ലൊരു വിഷൻ വേണം, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഈ കമ്മ്യൂണിക്കേഷൻ?
എല്ലാ എല്ലാ പിന്നെ ട്രെയിനിങ്ങിലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു സാധനമാണ് ഈ കമ്മ്യൂണിക്കേഷൻ വേണം. കമ്മ്യൂണിക്കേഷൻ വേണം. എന്താണ് ശരിക്കും ഈ കമ്മ്യൂണിക്കേഷൻ? പറയൂ. വിനോദേട്ടാ ആശയവിനിമയം ചെയ്യാൻ കഴിയണം. ആശയവിനിമയം. ആശയവിനിമയം. ഞാൻ വിചാരിച്ച അതേ സാധനം തരുള്ളൂ. കാരണം കമ്മ്യൂണിക്കേഷൻ എന്താ ചോദിച്ചപ്പോൾ ആശയവിനിമയം. ആശയവിനിമയം എന്താ ചോദിച്ചാൽ കമ്മ്യൂണിക്കേഷൻ. ഞാൻ ചോദിക്കുന്നത് എന്താണ് കമ്മ്യൂണിക്കേഷൻ? ട്രാൻസാക്ഷൻ ഓഫ് ഐഡിയാസ് ഓർ മെസ്സേജ്. പറയുന്നത് മറ്റുള്ളവരിലേക്ക് വ്യക്തമായി എത്തിക്കാനും അവർ പറയുന്നത് നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാനുമുള്ള ഒരു കഴിവ്. വാവ്, വാട്ട് എ പോയിന്റ്. ആരായിരുന്നു മാഡത്തിന്റെ പേരെന്തായിരുന്നു? ശ്രീജിനാടോ? ഏതാണ്? ശ്രീജിന ബാലുശ്ശേരി. ശ്രീജന മേഡം ഇതിൽ ഉണ്ടല്ലേ? ഓക്കെ. ശ്രീജന മേഡം എന്റെ ZTWSന്റെ പാർട്ടിസിപ്പന്റ് ആണ്. സ്വാഭാവികമായിട്ട് ആസ് എ ട്രെയിനർ എന്ന നിലയ്ക്ക് സ്വാഭാവികമായിട്ട് തുടക്കത്തിലെ സാറേ പറഞ്ഞില്ല ഒക്കെ പുലികളും സിംഹങ്ങളും കടുവകളുമാണ് ഒളിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇത് തന്നെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ പറയുന്നത് നിങ്ങൾക്കും നിങ്ങൾ പറയുന്നത് എനിക്കും കേൾക്കാനായിരിക്കണം. ഒരു ലീഡറായിട്ട് നിൽക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ലിസണർ ആയിരിക്കുക എന്നുള്ളതാണ്. കേട്ടുകൊണ്ട് സംസാരിക്കുക, അവരെ കേൾക്കണം. അല്ലാതെ നമ്മളൊരു കമാൻഡിങ് പവർ പോലെ ഒരു ബോസായിട്ട് നിന്നിട്ട് പ്രവർത്തിക്കാതെ ലീഡറായിട്ട് നിന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് വേണ്ട സാധനമാണ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുക, നമ്മളിലേക്ക് കൊണ്ടുവരാം. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ ഓൾറെഡി പറഞ്ഞ തന്നെയാണ്, നമ്മളൊന്ന് പിന്നെ റീക്യാപ്പ് ചെയ്യാണ്. നമ്മൾ എംപത്തറ്റിക് ആവുക എന്നുള്ളതാണ്. എംപത്തറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. പിന്നെ അതേപോലെ തന്നെ കോൺഫിഡൻസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കോൺഫിഡൻസ് ഒരു ലീഡറുടെ സ്വഭാവങ്ങളാണ് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു കോൺഫിഡൻസ് നമ്മളിലേക്ക് കൊണ്ടുവരണം. എന്തൊരു കാര്യം നമ്മൾ ടീമിലേക്ക് പറയുമ്പോഴും ആദ്യം തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. ഒരു കോൺഫിഡൻസും ഇല്ലാതെ ഒരു കാര്യം നമ്മൾ ടീമിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു വിഷയത്തിലും ആ ഒരു കാര്യത്തിലും കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അതിന്റെ 10 ഇരട്ടി കോൺഫിഡൻസ് കുറവ് നമ്മളെ ടീമിനുണ്ടാവും. അപ്പൊ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നല്ലൊരു കോൺഫിഡൻസിനോട് കൂടി കാര്യങ്ങൾ സംസാരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു സ്വഭാവത്തിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്താ, ഡിസിഷൻ മേക്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടായിരിക്കണം. അത് നല്ല രീതിയിൽ നമ്മുടെ ടീമിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം. ഒരിക്കലും ഒരു ബോസായിട്ട് നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാതെ ഒരിക്കലും അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യരുത്. പിന്നെ എന്ത് ചെയ്യുക, നമ്മളൊരു സർവീസ് മൈൻഡ് സെറ്റ് എപ്പോഴും വേണം. എപ്പോഴും എനിക്ക് എന്ത് കിട്ടുമെന്നുള്ളൊരു മെച്ചത്തിലേക്ക് നോക്കി പോകരുത്. നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു സർവീസ് മൈൻഡ് സെറ്റ് കൂടി നമ്മൾ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. നമ്മൾ എന്തൊരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ എടുക്കുമ്പോൾ അതിൻ്റെ അടിത്തട്ട് വരെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മൈൻഡിൽ കൊണ്ടുവരണം. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു എന്താ പറയുക, ഒരു ടീമായിട്ട് കൊണ്ട് തന്നെ നമുക്ക് എന്ത് കൊണ്ടുവരണം. അതാണ് ഒരു ഇത് വരുന്നത്. ഞാൻ ചെറിയൊരു പിന്നെ ഫോർമുല പറയുകയാണെങ്കിൽ, വിഷൻ ആൻഡ് പ്ലസ് കമ്മ്യൂണിക്കേഷൻ പ്ലസ് ട്രസ്റ്റ് പ്ലസ് ആക്ഷൻ ഫോർ ദ റിസൾട്ട്. ഇതായിരിക്കണം ഒരു ലീഡർഷിപ്പ് ഫോർമുല എന്ന് പറയുന്നത്. വിഷൻ വേണം, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം, ട്രസ്റ്റ് വേണം. നമ്മളെ ടീമിനെ നല്ല രീതിയിൽ ട്രസ്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ അവരെ വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. ദെൻ ആക്ഷനിലേക്ക് പോകുമ്പോൾ 100% ഉറപ്പിക്കാൻ നമുക്കത് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. സോ ലീഡർ എന്ന് പറയുന്ന കാര്യങ്ങൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇതാക്കണം. കാരണം നമുക്ക് സമയം ഒരു പരിമിതമാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് അടുത്തത് ഒരു ടീം വർക്കിലേക്ക്, ഒരു ലീഡറായിട്ട് കാര്യമില്ല, ടീം വർക്കിലേക്ക് പോകണം. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് അതിന് നമുക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്യാം. നമുക്ക് ടീം എന്ന് പറയുന്ന എന്താണ് ടീം, നമുക്ക് അതിലേക്ക് പോവാം. ഞാൻ ഈ ടീം എന്ന് പറയുന്ന ഒരു വാക്കിനെ തന്നെ ഒന്ന് എന്താ പറയുക, ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. ടി ഫോർ ടുഗദർ, നമ്മൾ ഒരുമിച്ച്. ഇ ഫോർ എവറി വൺ, എല്ലാവരും. എ ഫോർ അച്ചീവ്, കൈവരിക്കുന്നു. എം ഫോർ മോർ, ദിസ് ഇസ് എ ടീം. നമ്മൾ എന്ത് ചെയ്യുക, ഒരുമിച്ച് എല്ലാവരും പിന്നെ നമ്മളൊരു ഗോളിന് വേണ്ടി, അത് കൈവരിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഒരുമിച്ച് നിന്നുകൊണ്ട് കൂടുതലായിട്ട്, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യുക, ടീം കൊണ്ട് സാധിക്കണം. ദാറ്റ്സ് എ ടീം എന്ന് പറയുന്നത്. ഈ ഒരു ടീമായിട്ട് നിൽക്കുമ്പോൾ നമുക്കുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് 2-3 ആളുകളൊന്ന് പറയാമോ?
നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിലും ഒരു ടീമായിട്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ ലളിതമാകുന്നു. യെസ്, ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ നമുക്ക് എന്ത് ചെയ്യാം, ടീമായിട്ട് നിൽക്കുമ്പോൾ അത് കുറച്ചുകൂടി നമുക്ക് ഒരു കോൺഫിഡൻസ് കൂടും. നമ്മളെ കൂടുതൽ കൂട്ടത്തിൽ കൂടുതൽ ആളുണ്ടല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കൂടുതലുണ്ടാവും. എക്സാക്ട്ലി, നൈസ് പോയിന്റ്. നെക്സ്റ്റ്, വ്യത്യസ്ത സമയം ലാഭിക്കാൻ കഴിയും. വ്യത്യസ്ത കാഴ്ച സമയം ലാഭിക്കാൻ കഴിയും. ടൈം നമുക്ക് ലാഭിക്കാൻ കഴിയും. പല ഐഡിയാസുകളും കിട്ടും. വാട്ട് എ പോയിന്റ്, അടിപൊളി. മാഡത്തിന്റെ പേരെന്തേന്നു? സജന. സജന, അടിപൊളി അടിപൊളി. ഡിപ്പെൻഡൻസി കുറയും. ഏതാണ്? ഡിപ്പെൻഡൻസി കുറയും. ഡിപ്പെൻസി. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. ഞാൻ കുറച്ച് പോയിന്റ് പറയുന്നത്, മോർ ക്രിയേറ്റിവിറ്റീസ് ആൻഡ് ഐഡിയാസ്. നമുക്ക് ഫസ്റ്റ് ഒരു പോയിന്റ് എടുക്കുക, നമുക്ക് ഒരുപാട് എന്താ പറയാ ക്രിയേറ്റിവിറ്റി കിട്ടുകയും ചെയ്യും, അതേപോലെ തന്നെ ഐഡിയാസ് നമുക്ക് കിട്ടും. യെസ് ഓർ നോ? കാരണം നമ്മൾ ഒറ്റയാൾ പോരാട്ടം ഒരിക്കലും വിജയത്തിലേക്ക് എത്തുന്നേക്കാൾ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടീമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ അച്ചീവ് ഗോൾ ഫാസ്റ്ററായിട്ട് നമ്മൾ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, നമുക്ക് ആ ഗോളിലേക്ക് നമ്മൾ ടീമായിട്ട് നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് പോകാൻ പറ്റും. നമ്മൾ അല്ലേ, ഒരാൾ പോകുന്നതിനേക്കാൾ ഒരു വളരെ ദൂരത്തോട് കൂടിയ ടീമായിട്ട് നമുക്ക് പോകാൻ പറ്റും. നെക്സ്റ്റ്, സ്ട്രോങ് റിലേഷൻഷിപ്പ് ആൻഡ് ട്രസ്റ്റ്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ടീമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അവർക്ക് ട്രസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് സ്ട്രോങ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മളെ ടീമിലുണ്ടെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് നമുക്കത് സോൾവ് ചെയ്യാൻ കഴിയും. ഇവിടെ ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യാം, ആ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, വളരെ സീരിയസ് ആണ്. കാരണം നമ്മൾ എന്തൊരു പിന്നെ കാര്യത്തേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവണം, ഉണ്ടെങ്കിൽ മാത്രമേ അത് സോൾവ് ചെയ്തിട്ട് നമ്മൾ ലീഡറിലേക്ക് എത്തുള്ളൂ. ഞാൻ പറയേണ്ടത് നാം പാതി ദൈവം പാതി എന്ന് പറയുന്ന ആ ഒരു പഴഞ്ചൊല്ല് തന്നെ സത്യത്തിൽ നമ്മുടെ ഉടനീളം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ലീഡേഴ്സ് ഉണ്ടാവുള്ളൂ. പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ ഒരു ലീഡറിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ടീമിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് സോൾവ് ചെയ്യാനൊക്കെ നമുക്ക് കഴിയും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഒന്നുകൂടി എന്ത് ചെയ്യാം, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. പിന്നെ ഇൻക്രീസ് ക്രിയേറ്റിവിറ്റി നമുക്ക് നമ്മളെക്കാൾ കൂടുതൽ ക്രിയേറ്റിവിറ്റി നമുക്ക് എന്ത് ചെയ്യാം, അത് ചെയ്യാൻ പറ്റും. ഞാനൊരു 5 സീസ് എന്തൊക്കെയാണെന്നുള്ളത്, ഞാൻ ഒരു ടീം വർക്കിന് വേണ്ട 5 സീസ് എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ ഈസ് കമ്മ്യൂണിക്കേഷൻ. എവിടെ എന്ത് പറയുകയാണെങ്കിലും ആദ്യം വേണ്ടത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ്, കോർപ്പറേഷൻ, കോർഡിനേഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ് ആൻഡ് കോൺഫിഡൻസ്. ദിസ് ഇസ് 5 C's. ഈ ഒരു 5 C's നമ്മളിലേക്ക് കൊണ്ടുവരിക. ഇത്രയും കാര്യങ്ങളുള്ളൂ ആസ് എ ടീം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, കോർപ്പറേഷൻ, കോർഡിനേഷൻ, കമ്മിറ്റ്മെന്റ്, കോൺഫിഡൻസ്. നല്ലൊരു ടീമിലേക്ക് ഹൗ ടു ബിൽഡ് ലാസ്റ്റ് വൺ ഏതാ സാർ? ലാസ്റ്റ് വൺ ഈസ് കോൺഫിഡൻസ്. ഓക്കെ, താങ്ക് യു സർ. ഹൗ ടു ബിൽഡ് എ എഫക്റ്റീവ് ടീം. നല്ലൊരു നമുക്ക് എന്താ ടീമിന്റെ ഒന്ന് പറയോ? ടീമിന്റെ പിന്നെ എന്തൊക്കെയാണെന്നുള്ളതാണോ? T for together, E for everyone, A for achieves, M for more. Okay, thank you. Okay, fine. സാറേ, എം എന്താണെന്ന് പറയാം സാർ? അല്ല, കേട്ടില്ല. എം എന്താണെന്ന് ഒന്നുകൂടി പറയാം. M for more, കൂടുതലായി. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഒരു എഫക്റ്റീവ് ടീം വർക്ക് എങ്ങനെയാന്ന് ചോദിച്ചാൽ നമുക്കൊരു കോമൺ ഗോള് ആദ്യം ഉണ്ടായിരിക്കണം. നമ്മളൊരു ടീമിനെ ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ക്ലിയർലി ഒരു ഗോൾ ഉണ്ടായിരിക്കണം. സെക്കൻഡ് വൺ, വീണ്ടും നമ്മൾ നല്ലൊരു ടീമിനോട് ഈ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളൊരു പിന്നെ നമ്മളെ മിഷനും നമ്മളിപ്പോ ഒരു പിന്നെ ഇവിടെ എത്ര പേര് ബിസിനസ് ഉണ്ട്? ബിസിനസ് ഓണേഴ്സ് ആയിട്ട് എത്ര പേരുണ്ട്? ബിസിനസ് ചെയ്യുന്നുണ്ട് സാറേ. MI ലൈഫ് സ്റ്റൈൽ ടീം ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ? ഉണ്ട്. മാഡത്തിന്റെ വിഷൻ ആൻഡ് മിഷൻ നമ്മളെ ടീമിന് എല്ലാവർക്കും അറിയോ? നമ്മള് ടീം മീറ്റിങ്ങുകൾ വെക്കാറുണ്ട്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും അവരുമായിട്ട് ചർച്ച ചെയ്യാറുണ്ട്.
ചെയ്യാറുണ്ട്. ഞാൻ പറയുന്നത് നമ്മൾ ലീഡർഷിപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ് ആയിക്കോട്ടെ, കാര്യം ആയിക്കോട്ടെ, ക്ലിയർലി നമ്മുടെ മിഷനും വിഷനും നമ്മൾ ടീം അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ മിഷനും ടീം അറിയാതെ ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ എന്താണോ ആസ് എ ബിസിനസ് ഓണേഴ്സ് അവരുടെ മിഷനും വിഷനും ആ ബിസിനസ്സിലെ വിഷൻ ആൻഡ് മിഷൻ ക്ലിയർ ആയിട്ട് നമ്മൾ ടീമിന് അറിയണം. ദാറ്റ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ക്ലിയർലി നമ്മൾ മനസ്സിലാക്കണം അവർക്ക് എന്താണ് നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവണം. എങ്കിൽ മാത്രമേ അത്തരത്തിൽ അവർ എന്ത് ചെയ്യുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ. നമ്മളെ ബിസിനസ് ഓണേഴ്സും ഒക്കെ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ ട്രസ്റ്റ് റെസ്പെക്റ്റ് ഒക്കെ അവരോട് നമ്മൾ ഉണ്ടാക്കണം. നമുക്കൊരു ട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ടീമിൽ നിർത്തിയിട്ട് കാര്യമില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ സപ്പോർട്ട് ചെയ്യണം. എല്ലാ ടീം അംഗങ്ങളെയും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മളിലേക്ക് കൊണ്ടുവരിക. ഷെയർ ലീഡർഷിപ്പ്. ഞാൻ ചെയ്താൽ മാത്രമേ നന്നാവൂ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റായ ഒരു ധാരണയാണ്. നിങ്ങൾ നിങ്ങളുടെ ലീഡർഷിപ്പിനെ ഷെയർ ചെയ്യണം. ചില സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ റിസൾട്ട് മറ്റുള്ളവർ ചെയ്യുമ്പോൾ കിട്ടും. ഇത് ഞാൻ തന്നെ ചെയ്താൽ മാത്രമേ ശരിയാവൂ എന്നുള്ളൊരു രീതിയിൽ നിൽക്കരുത്. ടീം വർക്കാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. സമയം എനിക്ക് തോന്നുന്നു 7:47 ആയിട്ടുണ്ട്. നമുക്ക് ഒരു കുറച്ച് സമയം കൂടി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എന്തെങ്കിലും ഒരു സംശയങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. നമ്മൾ പറയുന്ന ക്ലിയർ ആയിട്ട് വിഷൻ ആൻഡ് മിഷൻസ് ക്ലിയർ ആയിട്ട് നമ്മളെ ടീമിന് ഷെയർ ചെയ്യണം. നമ്മൾ ലീഡർഷിപ്പ് നമ്മളുടെ കയ്യിലുള്ള എന്താ പറയാ ലീഡർ പവർ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എപ്പോഴും ഷെയർ ലീഡർഷിപ്പ് ആയിരിക്കണം. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്തിനും കൊണ്ടുവരാ. പ്രതിസന്ധികൾ വരും, പക്ഷെങ്കിൽ പോലും നമ്മൾ കോൺഫിഡൻസ് നമ്മൾ കളയരുത്. എപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ട് വൈബ്രന്റ് ആയിട്ട് നമ്മൾ ടീമിനോട് സംസാരിക്കണം. നമ്മൾ ഏതെങ്കിലും തരത്തിൽ കോൺഫിഡൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാ, നമ്മളടുത്ത് കുറവുള്ള ആ കോൺഫിഡൻസിന്റെ 10 ഇരട്ടി നമ്മളെ ടീമിലേക്ക് വരും. അത് ഏതൊരു പ്രതിസന്ധി ആയാലും. ഉദാഹരണത്തിന് നമ്മളൊരു ഒരു ബിസിനസ് ഓണേഴ്സ് ആയി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ട് വരും. പക്ഷെങ്കിൽ പോലും അവർക്ക് മുമ്പിൽ താനുണ്ട് എന്നുള്ള ഒരു ചിന്ത അവർക്ക് കൊണ്ടുവരണം. അവിടെ കോൺഫിഡൻസ് കുറഞ്ഞിട്ട് രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോഴാണ് പലപ്പോഴും പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യും. സ്വാഭാവികമായിട്ട് കോൺഫിഡൻസ് കുറവുണ്ടാവും. അപ്പോൾ സ്റ്റാഫിലേക്ക് എത്തും. അത്തരത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ പറയും ഈ കമ്പനി പൊളിയാൻ പോവാണ്, അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്. അത് നമ്മുടെ കോൺഫിഡൻസ് കുറവുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത്. എന്തിനേക്ക് പോവുകയാണെങ്കിൽ മുന്നിൽ നല്ല കോൺഫിഡൻസോട് കൂടി നിങ്ങൾ എല്ലാവരും നിലനിൽക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ശ്രമിക്കാം. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സാർ, ഈ നമുക്ക് വിഷനും മിഷനും തമ്മിലുള്ള വ്യത്യാസം സാർ, വിഷനും മിഷനും സാർ പറഞ്ഞല്ലോ, എന്താ വ്യത്യാസം ചെയ്യുന്നത് സാർ? വിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാഴ്ചപ്പാട് വേണം. നമുക്കൊരു കാഴ്ചപ്പാട് വേണം. ഒരു സെക്കൻഡ്. സാറെ കേൾക്കുന്നുണ്ടോ വോയിസേ? ഉണ്ട് സാർ. വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാഴ്ചപ്പാട്. നമുക്കൊരു ബിസിനസ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബിസിനസ് നമുക്ക് എന്ത് ചെയ്യണം, ഒരു കാഴ്ചപ്പാടുണ്ട്. ഇത്ര വർഷം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇത്ര പ്രോഫിറ്റിലേക്ക് എത്തണം. ദാറ്റ്സ് എ കാഴ്ചപ്പാട്. മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈക്കുള്ള ദൗത്യം നമുക്കത് ക്ലിയർ ആക്കണ്ടേ പെട്ടെന്ന്. അത് എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ അതിലേക്ക് എത്തുക, ആ ദൗത്യം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ വിഷൻ, നമുക്ക് വിഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ബൗണ്ടറി, ഇപ്പൊ ഒരു മാസം കൊണ്ട് നമുക്ക് ഇത്ര പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരണം. ദാറ്റ്സ് വിഷൻ അല്ലേ? അത് നമ്മൾ ഏതൊക്കെ കാര്യങ്ങളിലൂടെ ചെയ്യണം. നമ്മൾ തിങ്ക് ചെയ്യുന്ന സാധനം നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മളെ ടീമിലേക്ക് എന്ത് ചെയ്യണം, ഷെയർ ചെയ്യാൻ കഴിയണം. ദാറ്റ്സ് എ വിഷൻ ആൻഡ് മിഷൻ. താങ്ക് യു സാർ.
ഓക്കെ, സാറിന്റെ സെഷൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് ഓപ്പൺ ഫോറത്തിൽ ബാക്കി ചോദിക്കാം അല്ലേ? ഓപ്പൺ ഫോൺ, യെസ് ഫൈൻ. ഓവർ ടു ചെയർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു ബിൻസുരാജ്. നമ്മൾ ലീഡർഷിപ്പിന്റെ പല 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 വേർഷൻസ് കേട്ടിട്ടുണ്ട്. പക്ഷെ സാറിൻ്റെതായ കുറച്ച് പിന്നെ പോയിന്റ്സും ബാക്കി എങ്ങനെയാണ് വിഷൻ എന്നൊക്കെ ഇപ്പൊ നമ്മൾ പലയിടത്തും ഇപ്പൊ പല നമ്മുടെ JCAയിലാണെങ്കിലും പല ലോക്കൽ ഓർഗനൈസേഷനിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു പ്രോഗ്രാം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ബോസിന്റെ പോലെ നിർബന്ധമായിട്ടും ആ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ എന്നുള്ള രീതിയിലുള്ള ചില പറയലും ആറ്റിറ്റ്യൂഡൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. എങ്ങനെയാണ് ഒരു ലീഡർ നമ്മുടെ ആളുകളെ കൂട്ടിപ്പിടിക്കേണ്ടത് എന്നുള്ളത് ഇത് കേൾക്കണ എല്ലാവർക്കും വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും രാവിലെ തന്നെ ഒരു നല്ല ഒരു സംഘടനയിൽ മാത്രമല്ല, നമ്മളിപ്പോ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ഓഫീസിലാണെങ്കിലും നമ്മുടെ പിന്നെ നമ്മൾ സാലറി കൊടുക്കുന്ന നമ്മുടെ ജീവനക്കാരോടും നമ്മൾ എങ്ങനെ പെരുമാറണം എന്നും എങ്ങനെയാണ് നമ്മുടെ വിഷനും മിഷനും അവർക്ക് എത്തിക്കേണ്ടതെന്നൊക്കെ നന്നായിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു. ഇനി അടുത്തത് ഓപ്പൺ ഫോറം ആൻഡ് ഫീഡ്ബാക്ക് ആണ്. നിങ്ങൾ ഓപ്പൺ ഫോറം ഫീഡ്ബാക്ക് പറഞ്ഞോളൂ കേട്ടോ. റെക്കോർഡിംഗ് നടക്കുന്നുണ്ടല്ലോ അല്ലെ? ഗുഡ് മോർണിംഗ് ബിൻഷുരാജ് സർ. ഗുഡ് മോർണിംഗ്. നല്ലൊരു ടോപ്പിക് ആയിരുന്നു. കുറെ കാര്യങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ ഈ 2 മാനേജേഴ്സും ഉണ്ടായിട്ടുണ്ട്, ബോസി ബിഹേവിയർ ഉള്ളവരും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരും. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഈ ബോസി ബിഹേവിയർ ഉള്ളവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് കോൺഫിഡൻസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ടീമിൽ കോൺഫിഡൻസ് ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേയും ഒരു മൈക്രോ മാനേജ്മെന്റ് ആയിരിക്കും. ഒരു നാളെ രാവിലത്തേക്ക് ഒരു കാര്യം ഏൽപ്പിച്ചാൽ ഇന്ന് ഉച്ചക്കും ഇന്ന് വൈകുന്നേരം കിടക്കാൻ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും എന്തായി എന്നുള്ളത്. കാരണം അത് ഡിലേ ആയി കഴിഞ്ഞാലോ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതറിയില്ല ഇത് എങ്ങനെയാണ് മാനേജ് ചെയ്യാന്നുള്ള സ്വയം ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ. അപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ എനിക്ക് എൻ്റെ ഒരു ഇത് കൂടി സാർ പറഞ്ഞ പോയിന്റ്സിനൊക്കെ കൂടെ തന്നെ വേണ്ടത്, നമ്മൾ മാസ്റ്റർ ആയിരിക്കണം. നമ്മൾ ഏത് മേഖലയിലാണോ വർക്ക് ചെയ്യുന്നത് ആ മേഖലയിൽ മാസ്റ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് ലീഡർ ആകാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഈ പറയുന്ന കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനൊന്നും കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും വളരെ നല്ലൊരു ടോപ്പിക് ആയിരുന്നു. താങ്ക് യു സാർ. അതെ. സാർ പറഞ്ഞ കാര്യത്തിൽ തന്നെയാണ്. നമുക്കിപ്പോൾ എന്താ വെച്ചാൽ ചില കാര്യങ്ങളിൽ ഒരു ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാത്തിലും ചിലപ്പോൾ ഒരു പ്രാഗൽഭ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു ടീമിനെ കൊണ്ടുവന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനുണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ആ ഒരു തലത്തേക്ക് എത്തും. നമ്മൾ അറിവുകൾ എന്ന് പറയുന്നത് സത്യത്തിൽ കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ തുറന്നൊരു പുസ്തകമായി നിൽക്കുക എന്നുള്ളതാണ്, തുറന്നൊരു മനസ്സോട് കൂടി നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സാർ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ടീം ഉണ്ടാകുമ്പോൾ അവരെ കേൾക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു മാറ്റം നമ്മളിലേക്ക് വരും, ആ അറിവ് നമ്മളിലേക്ക് എത്തും, അങ്ങനെ നമുക്ക് മുന്നേറാം എന്നുള്ളതാണ്. നെക്സ്റ്റ്. ഗുഡ് മോർണിംഗ് മാം. ഞാൻ പറഞ്ഞോട്ടെ, അമ്മണിയാണ്. പറഞ്ഞോളൂ. സാറേ ഗുഡ് മോർണിംഗ്. സാറിന്റെ നല്ലൊരു സെക്ഷൻ, കാരണം ഞാൻ ബിസിനസ്സിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ടീം വർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരെ വിജയിപ്പിച്ചാൽ അവർ വിജയിച്ചാൽ മാത്രമേ നമ്മൾ വിജയിക്കുള്ളൂ. അങ്ങനെയുള്ള ഒരു ബിസിനസ്സിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സാർ പറഞ്ഞ ആ രീതിയിൽ കൂടെ ഒക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയിട്ട് കുറെ പോയിന്റുകൾ എന്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നതും സാർ പറഞ്ഞു തന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഹേമ മാം പറഞ്ഞോളൂ. താങ്ക് യു രേഖ മാം. ബിൻഷുരാജ് സാർ, ഞാൻ ഹേമർജിനി പ്രകാശ്, തിരുവനന്തപുരത്ത് നിന്ന്. ഞാൻ ഒരുപാട് ലേറ്റ് ആയത് കയറിയത്, ഞാൻ ഒത്തിരി ദൂരെ ആയിപ്പോയി ഇന്നത്തെ ഈ പ്രോഗ്രാം. ഈ സമയത്ത് സൂപ്പർ സെഷൻ ആയിരുന്നു. ലാസ്റ്റ് ഞാൻ കേട്ടത് ബിസിനസ് ഒരു ടീമിനെ കുറിച്ച് സാർ പറഞ്ഞതാണ്. സൂപ്പർ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അടിപൊളി സെഷൻ ആയിരുന്നു. കാരണം എല്ലാവരും അത് നേരത്തെ കേട്ടിട്ടുണ്ട്. കേട്ട് എല്ലാവരും ആ ഒരു എന്താ പറയാ, മനസ്സിൽ ആ ഒരു സംഗതി വെച്ചിട്ട് ഒരു സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. പക്ഷെ എനിക്കത് ഫുള്ളും കേൾക്കാൻ സാധിച്ചില്ല, എങ്കിലും ലാസ്റ്റ് കേട്ടു. പിന്നെ എനിക്ക് ഈ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മുടെ അഭിനന്ദനം എന്ന് പറയുന്നത് അത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും മറ്റവർക്ക് കൊടുക്കുന്നത്, അതിൽ ഞാൻ തന്നെ സ്വയം അഭിമാനിക്കാറുണ്ട്. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. സത്യമാണ്, നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക, എൻകറേജ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് കൊണ്ടുവരേണ്ടത്. മലപ്പുറത്തിൽ നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കേട്ട മാഡത്തിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. കിലോമീറ്ററോളം. സാറേ പറഞ്ഞോട്ടെ? യെസ് ഫൈൻ. അനിൽ സർ. വളരെ നന്നായിരുന്നു സാറ്.
ഈ ഞങ്ങളിൽ ഒരാളെ പോലെയാണ്, ഒരു ട്രെയിനറുടെ ഒരു ഇത് സാർ കാണിക്കാതെ നല്ല രീതിയിൽ ഞങ്ങളിലേക്ക് ഇറങ്ങി വന്നുള്ളൊരു ടോക്കും ബോഡി ലാംഗ്വേജും ആയിരുന്നു. നന്നായിരുന്നു. മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ പോയിന്റും സാർ കവർ ചെയ്തു. ലീഡർ ആകേണ്ടതിൻ്റെ ക്വാളിറ്റീസ് എല്ലാം സാർ പറഞ്ഞു. നന്നായിരിക്കുന്നു. സാറ് നല്ല ഭാവിയുണ്ട്, നല്ലൊരു ഗുഡ് ട്രെയിനർ ആകും, യാതൊരു സംശയം വേണ്ട. കാരണം സ്റ്റൈല് ഒരു നല്ല സ്റ്റൈലായിരുന്നു. ഇനി ലീഡർഷിപ്പിന്റെ ഒരു ഡെഫിനിഷൻ എനിക്കറിയാവുന്നത്, ലീഡർഷിപ്പ് ഈസ് നോട്ട് എ പവർ ബട്ട് എ റെസ്പോൺസിബിലിറ്റി എന്നാണ്. അപ്പോൾ നമ്മളെ റെസ്പോൺസിബിലിറ്റി അതനുസരിച്ചാണ് സാറ് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ മതി. പിന്നെ ബിസിനസ്സുകാർക്കും സാധാരണക്കാർക്കും ഉള്ള കാര്യമെല്ലാം സാറ് പറഞ്ഞു. താങ്ക് യു വെരി മച്ച്. കൺഗ്രാജുലേഷൻ. താങ്ക് യു സോ മച്ച്. ബേബി സർ. ബിൻഷുരാജ് സർ. മനോഹരമായിരുന്നു, അഭിനന്ദനങ്ങൾ. ഒരു പോയിന്റാണ് എന്നെ സ്ട്രൈക്ക് ചെയ്ത, മറ്റൊന്നും സ്ട്രൈക്ക് ചെയ്യില്ല എന്നല്ല, പക്ഷെ അത് ഞാൻ ശ്രദ്ധിച്ചൊരു പോയിന്റ് വിജയിക്കുവാനായിട്ടുള്ളത്, ലീഡർഷിപ്പ്, ഒരു ലീഡറുടെ വിഷനും മിഷനും ടീം അംഗങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത് എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. എങ്കിലേ നമുക്കതിൻ്റെ ഒരു പൂർണ്ണ വിജയത്തിലേക്ക് എത്താൻ പറ്റൂ എന്ന് പറഞ്ഞ സ്ട്രൈക്കിംഗ് പോയിന്റ് മനോഹരമായിരുന്നു സർ. അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. ബേബി സാറെ, പിന്നെ വളരെ നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് അല്ലേ നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ ആസ് എ ലീഡർ എന്ന് പറയുമ്പോൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മിഷനും നമ്മളുടെ ടീം അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടില്ലല്ലോ. പിന്നെ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയാൻ കാരണം, നമ്മൾ അത് ചെയ്യണം. അതുകൊണ്ട് തീർച്ചയായിട്ടും താങ്ക് യു സർ. താങ്ക് യു. അല്ല സാറി പറഞ്ഞുണ്ട്, നമ്മളിപ്പോ വലിയ ബിൽഡിങ് ഫ്ലാറ്റുകളൊക്കെ പണിയുമ്പോൾ അതിന്റെ മുമ്പിലേ രാവിലെ എല്ലാവരും കൂടെ പോകുന്ന വഴിയിലുണ്ട് ഇതിന്റെ ഫിനിഷ്ഡ് ഒരു പിക്ചർ അവിടെ. അപ്പൊ ഇവരെല്ലാം ഇത് മനസ്സിലാവും, അതായത് വി ആർ ഗോയിങ് ടു ദാറ്റ് പോയിന്റ്, ആ ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്. ഓക്കെ. ഓക്കെ, താങ്ക് യു. ഇപ്പൊ ബേബി സാർ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ബിൻഷുരാജ് സാറേ. അപ്പൊ നമ്മളിപ്പോ ഈ മിഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളും എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാനും ഇപ്പൊ വർക്ക് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് എത്ര പേര് ഫോളോ ചെയ്യുന്നുണ്ട്, എത്ര പേര് അത് വായിക്കുന്നുണ്ട്. ഞാൻ വരെ അത് വായിച്ചിട്ടില്ല എന്നുള്ളത് സത്യം. ഇപ്പൊ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് കേട്ടോ. ഞാനിപ്പോ അത് ഫോളോ ചെയ്തിട്ടുണ്ടോ അതിനെ കുറിച്ചൊക്കെ ഞാൻ ഇപ്പോഴാണ് അത് ആലോചിച്ചത്. ശരിയാണ്, മിഷനൊന്നും നമ്മൾ ഫോളോ ചെയ്തിട്ടില്ല. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേനും ചിലർക്കൊരു വിചാരമുണ്ട്, ഇപ്പൊ നമ്മുടെ ഒരു ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ലീഡർ ആണല്ലോ. അപ്പൊ ഇവരൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെ സോൾവ് ചെയ്തു, അല്ലെങ്കിൽ അതിന്റെ എന്തൊക്കെ സൊല്യൂഷൻസ്, അത് അവര് ഹൈഡ് ചെയ്ത് വെക്കാൻ ശ്രമിക്കാറുണ്ട്. അത് എനിക്ക് ശേഷം പ്രളയം എന്നുള്ള രീതിയിൽ മറ്റാർക്കും അത് പറ്റില്ല, ഞാൻ തന്നെയാണ് എല്ലാം എന്നുള്ള രീതിയിൽ പെരുമാറുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഡെലിഗേറ്റ് ചെയ്യുക, അത് എല്ലാവരിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരു ലീഡർഷിപ്പ് എന്നുള്ളത് വളരെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ പറഞ്ഞു തന്ന സാറിന് വളരെയധികം സന്തോഷം. നമ്മൾ പലതും ചിന്തിച്ചു. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ഒരു കാര്യം കൂടി പറയട്ടെ. പിന്നെ നമ്മൾ ഡെയിലി ഇപ്പൊ മിഷനെ എങ്ങനെ നമ്മളെ ടീമിനോട് പറയും, ഒറ്റയടിക്ക് ഇരുന്നിട്ട് ഒരു മീറ്റിംഗിൽ പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ എല്ലാരും ഒരുമിച്ചിരുത്തിയിട്ടാണ് പറയാ എന്നുള്ളതാണ്. അത് അങ്ങനെ ചെയ്യരുത് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഏറ്റവും വലിയൊരു ഒരു പോംവഴി എന്ന് വെച്ചാൽ, ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മൾ പല ബിസിനസ്സിലും നമ്മൾ മോർണിംഗ് മീറ്റിംഗ് നടത്താറില്ലേ. മോർണിംഗ് മീറ്റിംഗ് നമ്മൾ എന്ത് പ്രോഗ്രാം ആണെങ്കിലും നമ്മൾ ഒരു രാവിലെ നമ്മൾ ചെയ്യണം. ഒരു എത്ര പേരാണെങ്കിൽ പോലും ഈ ഒരു മിനിറ്റ് ആണെങ്കിൽ പോലും വെറുതെ ഒന്ന് ഇരിക്കുക. ആ ഇരുത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ കാര്യങ്ങള് ശരിയായ രീതിയിൽ കുറച്ച് കൊടുക്കണം. നമ്മൾ പറയാനുണ്ടല്ലോ, പയ്യെ തിന്ന പനയും തിന്നാന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലെ നമുക്ക് എടുത്തുകൊണ്ട് മെല്ലെ നമ്മളെ മിഷനും എന്ത് ചെയ്യണം, അത് മെല്ലെ കൊടുക്കണം. അതങ്ങനെ അത് നല്ല കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ടീമിന് അത് മനസ്സിലാവുകയും നിങ്ങളെ കാഴ്ചപ്പാടിലേക്ക് അവരറിയാതെ എത്തും. ഒറ്റ ദിവസം കൊണ്ട് ഇതൊക്കെ പറഞ്ഞു തീർക്കാന്നുള്ളത് അത് ഒരിക്കലും ചെയ്യരുത്. അത് നമുക്കായാലും നമ്മൾ പഠിക്കില്ല. അപ്പം മെല്ലെ മെല്ലെ നമ്മളതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്നിൽ കൊണ്ടുവന്ന ഒരു സാധനം. അതാണ് കേട്ടോ. ഓക്കെ, ശരിയാണ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. താങ്ക് യു. ഗുഡ് മോർണിംഗ് ബിൻഷുരാജ് സാർ. സാറിന് രാവിലെ നല്ല ദയവ് ചെയ്തിട്ട് നിങ്ങൾ സാറെന്ന് വിളിക്കരുത്, നിങ്ങൾ ബിൻഷു എന്ന് വിളിച്ചാൽ മതി. അതാണ് എനിക്ക് സന്തോഷം. നമുക്ക് എന്തെങ്കിലും നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കാര്യം മെസ്സേജ് ചെയ്യുമ്പം നമ്മളുടെ ഒരു ബഹുമാനം അറിയിക്കുന്നത്. ഫൈൻ. കൊല്ലത്താണോ മേഡം? ഇല്ല, ഞാൻ ട്രിവാൻഡ്രം ജില്ല കൊല്ലത്തിന്റെ ആ ഒരു ഇത് ഇങ്ങനെ വരുന്നുണ്ട്. ഭാഷ.
ലീഡർഷിപ്പിനെ കുറിച്ച് നന്നായിട്ട് സാർ അത് എല്ലാ പോയിന്റുകളും കവർ ചെയ്ത് തന്നെ അത് പ്രസന്റ് ചെയ്ത്, അതായത് ലീഡറും ബോസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും ഒരു ലീഡർ എങ്ങനെയായിരിക്കണമെന്നും ലീഡറിന്റെ ക്വാളിറ്റി എന്തായിരിക്കണമെന്നും പിന്നെ ടീമിനെ കുറിച്ചും ടീം വർക്കിനെ കുറിച്ചും അതുപോലെ തന്നെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീം എങ്ങനെ നയിച്ചുകൊണ്ട് പോകാമെന്ന് കുറിച്ചും നല്ല വ്യക്തമായിട്ട് സാറ് തന്നു. സാധാരണമായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ളവരിലേക്ക് നമ്മൾ ഡീപ്പായിട്ട് എന്ന് വെച്ചാൽ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന്, ദാറ്റ് ഈസ് എമ്പതി, അത് ഉൾക്കൊണ്ട് അവരുടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവര് ഒരുപക്ഷെ അവരറിയുന്നതിന് മുമ്പേ ഒരു ലീഡർ അറിഞ്ഞിരിക്കണം അവർക്ക് എന്ത് വേണമെന്നുള്ളത്. തന്റെ ആ ഒരു ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഒരു വീട്ടിലൊരു മരണം നടന്ന്, അപ്പൊ അത് എവിടെന്നെങ്കിലും അറിഞ്ഞ് അത് തന്റേതാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ ചെന്ന് ആ സങ്കടത്തിൽ പങ്കെടുക്കുക, അത് ഒരു ഗുഡ് ലീഡർ ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാർ എല്ലാ ഭാഗങ്ങളും അത് കവർ ചെയ്തിരുന്നു. കൺഗ്രാറ്റുലേഷൻ സാർ. താങ്ക് യു. താങ്ക് യു റീന. നമ്മൾ പറയാ അത് അതിലൊരു നല്ലൊരു പോയിന്റ് ഉണ്ട്. നല്ലൊരു എന്താ പറയാ, നമ്മൾ പറയില്ല മുകളിൽ നിൽക്കുന്ന പണിക്കാരനാണെങ്കിൽ പോലും അദ്ദേഹം ഒന്ന് കൈ ഇതാക്കിയപ്പോൾ നമ്മൾ പറയാലോ, നമ്മൾ ഒരു കൽപ്പണി പോകുന്ന ആള് അദ്ദേഹം കൈ നീട്ടി കഴിഞ്ഞാൽ അത് എന്തിനാണെന്നുള്ളത് ശരിക്കും അയാളുടെ ആ ഒരു പണിക്കാരൻ അറിയണം എന്നുള്ളതാ അല്ലേ. നമ്മൾ അത്തരത്തിലായിരിക്കണം. നല്ലൊരു സാധനമാണത്. കാരണം നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്നുള്ളതെങ്കിൽ ആ ഒരു ചിന്ത നമ്മൾ അടിയിലേക്ക് അറിയണം. ദാറ്റ്സ് എ ലീഡർ. അടിപൊളി റീന. താങ്ക് യു സോ മച്ച്. ഹായ് ബിൻഷു, അങ്ങനെ വിളിക്കട്ടെ. തീർച്ചയായും താങ്ക് സോ മച്ച്. നമ്മളിലുള്ള ലീഡർഷിപ്പിനെ ഒന്നുകൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ സാറിന്റെ സെഷൻ വളരെയധികം ഹെൽപ്ഫുള്ളായി. പിന്നെ ടീം വർക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് എന്ന ഗ്രൂപ്പിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു തൃശ്ശൂര്. അതിന് ഞങ്ങൾ നൗഷാദ് സാറിന്റെ നേതൃത്വത്തിൽ ഒരു ടീമായിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ നേരത്തെ അവിടെ എത്താനും അവിടെ നിന്ന് സെഷൻ കഴിഞ്ഞ് നേരത്തെ വീട്ടിലെത്താനും ഞങ്ങൾക്ക് സാധിച്ചു. അപ്പൊ ആ ഒരു ടീം വർക്കിന്റെ ആ ഒരു എഫക്റ്റ് വളരെ വലുതാണ്. താങ്ക് യു സോ മച്ച് ബിൻഷു. പറയാനാണെന്നുണ്ടെങ്കിൽ ഇനി ഒരുപാട് എന്താ പറയാ ഉണ്ടാവും. നമുക്ക് 8 സമയമായത് കാരണം നമുക്ക് നമ്മുടെ ഫീഡ്ബാക്ക് ഞാൻ നിങ്ങക്ക് എന്താ പറയാ വന്നത് ഞാൻ അയച്ചു തരാം. നല്ലോണം ഫീഡ്ബാക്ക് വരുന്നുണ്ട്. എല്ലാവർക്കും പറയാനിങ്ങനെ വിമ്മിഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷെ സമയക്കുറവ് കാരണം നമ്മളിത് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പം നല്ല സെഷൻ ആയിരുന്നു എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ അടുത്തൊരു കുഞ്ഞു സെഷൻ ഉണ്ട്. നമ്മുടെ പ്രിവിലേജ് തരാമോ? താങ്ക് യു സോ മച്ച്. എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചു കേട്ടോ. കാരണം 65ഓളം ആളുകൾ നമ്മുടെ മീറ്റിംഗിൽ ഇടയ്ക്കിടെ വന്ന് കയറിയെങ്കിൽ പോലും 58 ആളുകൾ ഈ ഒരു മീറ്റിംഗ് കേട്ടു. എൻ്റെ ഈ രാവിലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങളിൽ നിന്ന് കിട്ടിയ പല വാക്കുകളും നിങ്ങൾ എന്നെ കേട്ടതിൻ്റെ പല വാക്കുകളും സ്വാഭാവികമായിട്ട് ഇന്നത്തെ ദിവസം നിലനിൽക്കും. ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്ന് ഈ ഒരു 957 മീറ്റിംഗ് കൊണ്ടുപോകുന്ന ഈ ഒരു ടീമിന്, ഈ ഒരു ലീഡർക്ക് സത്യം പറയുകയാണെങ്കിൽ മുക്തകണ്ഠം എൻ്റെ ഒരു പ്രശംസ അല്ലെങ്കിൽ എൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ അറിയിക്കാൻ വേണ്ടി ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു അവസരം എനിക്ക് തന്ന രേഖ മാം, താങ്ക് യു സോ മച്ച്. നമ്മുടെ എന്താ പറയാ നമ്മളൊന്നുകൂടിയും അടുക്കാൻ വേണ്ടി ഈ ഒരു കാരണം കൂടിയും സ്വാഭാവികമായിട്ട് വന്നു. സ്വാഭാവികമാണ്. കാരണം നല്ലത് നമ്മളിലേക്ക് എത്തിക്കുന്ന ആളുകളിൽ പെട്ട ഒരാളായി രേഖ മാം. ഇന്നത്തെ ഒരു ദിവസം വളരെ ഞാൻ മീറ്റിംഗിൽ കയറുമ്പോൾ തന്നെ കണ്ടത് ബേബി സാറായിരുന്നു. യുദ്ധനീളം സാറുടെ ഫേസ് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സാർ. പോസിറ്റീവ് ഒരു ഫേസ് സാറുടെ അടുത്തുനിന്ന് എനിക്ക് കിട്ടിയതിൽ എല്ലാവരുടെ അടുത്തുനിന്നും. പക്ഷെ ഞാൻ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ലാസ്റ്റിംഗ്. നമ്മൾ പറയും ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ്. ഞാൻ അതല്ല പറയും, ഞാനത് തിരുത്തുന്ന ആളാണ്. ഞാൻ പറയുന്ന ആ ഇംപ്രഷൻ ലാസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ആളുകളായിട്ടുള്ള ഒരു ഗ്യാതറിംഗ് എനിക്ക് ഉടനീളം കിട്ടട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു രേഖ മാം. താങ്ക് യു. രേഖ മാം, ഞാനൊന്ന് പറഞ്ഞോട്ടെ? ഒരു മിനിറ്റ്. പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് നഷീദ ബേഗം. ഞാൻ ഒരു റിട്ടയർഡ് ആണ്. പിന്നെ ഈ ലീഡർ എന്നുള്ളതിന് ഞാനും നിലനിൽക്കുന്ന ഒരാളാണ്. ഇപ്പോഴും സാർ ഒരു മോൻ ഒരുപാട് പിന്നെ
മാം ഒന്നും കേൾക്കുന്നില്ല, ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. എന്റെ ഒന്നും കേൾക്കുന്നില്ല മാം. റേഞ്ചിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ യെസ് നോട്ട് ചെയ്തിട്ടുണ്ട്. അല്ല അനശ്വര മാം, അത് ഓക്കെ എന്റെ ടീം വർക്കിൽ ഞാൻ അത് പ്രയോജനപ്പെടും. എന്തെടുത്ത് പറയണമെന്ന് പറയാനില്ല. ഓരോ ഓക്കെ മാം, പോട്ടെ, താങ്ക് യു. സാരിയില്ല. ഇനി അല്ല, നല്ലൊരു സെഷൻ ആയിരുന്നു. ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാനും ആ ഒരു ഇതിൽ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും നന്നായി മനസ്സിലായിട്ടുണ്ട്. ഇനിയും നമ്മൾ തുടരേണ്ട കുറെ കാര്യങ്ങളോട് ഉണ്ട്. അതും ഞാൻ ശ്രദ്ധിക്കും. ഓക്കെ മോനെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു മനോജ് ചേട്ടാ. അപ്പൊ പിന്നെ ഇന്ന് നമ്മുടെ ഈ ഒരു പിന്നെ കോഫി ടോക്കില് ഒരു കുഞ്ഞു സെഷൻ ഉണ്ട്. എന്താന്ന് വെച്ചാല് ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കും നമ്മുടെ ക്വിസ് മാസ്റ്റർ. ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോ ഭീകരമായ PSC ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. അത് ക്വിസ് മാസ്റ്ററുടെ അന്നത്തെ പിന്നെ എന്താ പറയാ മനസ്സ് പോലെ, ചിന്ത പോലെ ആയിരിക്കും അന്നത്തെ ചോദ്യം. ഇന്ന് എന്താ ചോദ്യം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ മനോജേട്ടനാണ് നമ്മുടെ ആസ്ഥാന ക്വിസ് മാസ്റ്റർ, മനോജേട്ടനാണ്. അപ്പൊ മനോജേട്ടൻ ആ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലോർ ഹാൻഡ് ഓവർ ചെയ്യാം. മനോജേട്ടാ പ്ലീസ്. താങ്ക് യു ചെയർമാൻ രേഖ മാം. അതിനു മുമ്പ് ഈ സെഷനെ കുറിച്ചൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ബ്രദർ കുറച്ച് കാര്യങ്ങൾ രാവിലെ പറഞ്ഞു തന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ ഒരു ട്രെയിനിങ് മോഡലല്ലായിരുന്നു. വളരെ വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ വളരെ കേൾക്കുന്നില്ല മനോജ്. മഴയുണ്ടോ മനോജേട്ടാ? അവിടെ കേൾക്കുന്നില്ല ഒന്നും. പിന്നെ ഒരു ചെയ്യണം, അത് ഡെലിഗേറ്റ് ചെയ്യുമ്പോഴാണ് അത് മാത്രമല്ല. അയ്യോ, കേൾക്കുന്നില്ലേ? ഓക്കെ ഒന്നും കേട്ടില്ല. ഇല്ല, ഒന്നും കേട്ടില്ല. ഇല്ല, ഒരു ബ്രദറിനെ പോലെ എന്നുള്ളത് ശേഷമുള്ളത്. എന്തായാലും ഒരു ലീഡർ വളരെ വ്യക്തമായി പറഞ്ഞു തന്നു. ലീഡർഷിപ്പ് എന്താണെന്നും ഒരു ടീം എന്താണെന്നും ബോസ് ആരാണെന്നൊക്കെ മനസ്സിലാക്കാൻ ഈ രാവിലെ തന്നെ നമുക്ക് എല്ലാവർക്കും സാധിച്ചു. എന്തായാലും നല്ല ഒരു പെർഫോമൻസ് തന്നെ ആയിരുന്നു. വളരെ ലളിതമായ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചതെന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിച്ചത്. പിന്നെ ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്നവരല്ല, മറിച്ച് അത് ഡെലിഗേറ്റ് ചെയ്യുമ്പോഴാണ് അത് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ അക്കംപ്ലിഷ്മെന്റ് ആവുന്നു എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. എന്തായാലും താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച് ബിൻഷുരാജ്. നമുക്ക് ക്വിസ് മത്സരത്തിലേക്ക് പോകാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓരോ ചോദ്യങ്ങളാണ് എല്ലാ ദിവസവും ചോദിക്കാറ്. ഇന്നും വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ജനറൽ നോളജുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ചോദ്യം ചാറ്റ് ബോക്സിൽ വരും. അതിൽ ചാറ്റ് ബോക്സിൽ തന്നെ രേഖപ്പെടുത്താവുന്നതാണ്. ഓരോ റൈറ്റ് ആൻസറിനും അവരുടെ മനോഹരമായ ഒരു ഫോട്ടോ വെച്ചിട്ട് നമ്മളൊരു പോസ്റ്റർ ഇറക്കും. അതിനുശേഷം ഓരോ ആഴ്ചയിലും ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന ആൾ സ്റ്റാർ ഓഫ് ദ വീക്ക് ആയിരിക്കും. ഓക്കെ, ഈസ് ഹിയർ. നിങ്ങൾക്ക് പാൻ തരുന്നത് ഓപ്ഷൻസ് ആവശ്യമില്ലാത്ത എന്നുള്ളൊരു ഓപ്ഷൻ മൊബൈൽ സ്ക്രീനുകളിലും ഡിസ്പ്ലേകളിലും പ്രധാനമായും ഉപയോഗിക്കുന്ന 3 പ്രാഥമിക നിറങ്ങൾ പ്രൈമറി കളേഴ്സ് ആണ്. എല്ലാവർക്കും ധാരണ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അത് ഏറ്റവും ആദ്യം എഴുതുന്ന ആളാണ് വിന്നർ എന്നുള്ളതാണ് നമ്മളുടെ കൺസെപ്റ്റ്. അപ്പോ അത് റൈറ്റ് ആൻസർ ചുവപ്പ്, പച്ച, നീല, ഗ്രീൻ, ബ്ലൂ, RGB എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും ആദ്യം ആൻസർ ചെയ്തിരിക്കുന്നത് മുരളിയേട്ടനാണ്. മുരളിയേട്ട, കൺഗ്രാറ്റുലേഷൻസ്. ഒട്ടുമിക്ക ആൾക്കാരും 90% ആൾക്കാരും റൈറ്റ് ആൻസർ തന്നെ എഴുതിയിരിക്കുന്നത് സി. ചെയർമാൻ രേഖ മാം. ഓക്കെ, താങ്ക് യു. അപ്പൊ മുരളിയേട്ടാ, ഞാൻ എന്ന് ഷെയർ ചെയ്യണോ അന്ന് മുരളിയേട്ടനാണ് വിജയി. അത് ഞാൻ പറയാൻ പോവായിരുന്നു. അല്ലേ മുരളിയേട്ടാ? അതാണ് ഞാൻ ഷെയർ ചെയ്യണ ദിവസമൊക്കെ അന്നത്തെ വിന്നർ മുരളിയേട്ടൻ. അത് അന്തർധാരയാണ്, അന്തർധാര. അതെ, ഞാനിതിലേക്ക് അറിയില്ല. എനിക്ക് എന്താണ് പിന്നെ ചോദ്യം ഒന്നും അറിയില്ല, അതിന്റെ ആൻസറും അറിയില്ല സത്യം പറഞ്ഞ. അപ്പൊ എന്തായാലും സന്തോഷം. അതെ 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 മുരളിയേട്ട, എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് മുരളിയേട്ട.
അപ്പോ വിജയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. ഈ ആഴ്ച മുഴുവൻ ഇത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ നമുക്കിനി നമ്മുടെ ക്ലോസിംഗിലേക്ക് പോവാം. വോട്ട് ഓഫ് താങ്ക്സ് ആര് പറയണം? മനോജ് ചേട്ടാ, ഇന്നലത്തെ ആരാണ് ഇതിലുള്ളത്? ഞാൻ പറയാം, ഇന്ന് ഞാൻ പറയാം. ഓക്കെ, ആരാ പറഞ്ഞ? സൂസൻ മാഡം അല്ലേ? അതെല്ലോ അതെല്ലോ. യെസ്, ഗുഡ് മോർണിംഗ് എവരിവൺ. യെസ്, 7 AM. ഓക്കെ, 7 AM കോഫി ടോക്കിന്റെ 957ാമത്തെ സെഷൻ വളരെ മനോഹരമായി ചെയർ ചെയ്ത ചെയർപേഴ്സൺ രേഖ മാമിന് ആദ്യമേ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ ലീഡർഷിപ്പ് ആൻഡ് ടീം വർക്ക് എന്നുള്ള ടോപ്പിക്കിനെ പറ്റി വളരെ വ്യക്തമായും അതിമനോഹരമായും ട്രെയിനിങ് എടുത്ത ബിൻഷുരാജിന് ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. വളരെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. വളരെ നല്ല ശ്രദ്ധയോടെ എമ്പതിയോടെ ലിസൺ ചെയ്ത് അക്കംപ്ലിഷ്മെന്റിനെ പറ്റി കാര്യമായി അതില് ശ്രദ്ധ കൊടുത്ത് കൂടെയുള്ളവരെ എൻകറേജ് ചെയ്യുകയും റെക്കഗ്നൈസ് ചെയ്യുകയും ഒക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും, പിന്നെ ഒരു കമാൻഡ് ചെയ്യുന്ന ഒരു ബോസ് ആവാതെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ലീഡർ ആയിരിക്കണമെന്നും, നല്ലൊരു ടീം വർക്ക് ഉണ്ടാകണമെന്നും, ആ ടീം മെന്റാലിറ്റിയോട് കൂടി ടുഗദർ എവരി വൺ അച്ചീവ്സ് മോർ എന്നുള്ള ഒരു മെന്റാലിറ്റിയോട് കൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഒക്കെയുള്ള വിഷനും മിഷനും ഒക്കെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു തന്നു. വളരെ വാല്യുബിൾ ആയിരുന്നു എല്ലാവർക്കും. അത് പേഴ്സണൽ ലൈഫിലും അല്ലാതെ ബിസിനസ്സിലും എല്ലായിടത്തും പ്രയോജനപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. താങ്ക് യു സോ മച്ച് മിസ്റ്റർ ബിൻഷുരാജ് ഫോർ യുവർ വാല്യുബിൾ സെഷൻ. ഇനി അടുത്തതായി നമ്മുടെ ഈ സെഷൻ എല്ലാം വളരെ മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ എല്ലോ പ്രസിഡന്റ്സ് നിതിൻ നാരായണൻ ആൻഡ് ജിനി സാംസൺ, അവർക്ക് എന്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇതിന്റെ കോർഡിനേറ്റേഴ്സ് ആയ ഹിഷാം സർ, ശ്രീജിത്ത് സർ, രേഖ മാം, മുജീബ് സർ, ഇവർക്ക് എല്ലാവർക്കും ഇത് മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രവർത്തിക്കുന്നതിന്, ഒരു മുടക്കവും കൂടാതെ പ്രവർത്തിക്കുന്നതിന് നന്ദി പറയുന്നു. അതുപോലെ ഇതിന്റെ പോസ്റ്ററിനും മറ്റുള്ള ടെക്നിക്കൽ കാര്യങ്ങളും ഒക്കെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഉസ്മാൻ സാറിനും നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ ക്വിസ് എപ്പോഴും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന മനോജ് സാറിനും നന്ദി അറിയിക്കുന്നു. പിന്നെ ഇന്നത്തെ വിന്നർ ആരായിരുന്നു? വിന്നറായിട്ടുള്ള മുരളിയേട്ടൻ കൺഗ്രാറ്റുലേഷൻസും അറിയിക്കുന്നു. അതുപോലെ ഇന്ന് ഇവിടെ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും രാവിലെ തന്നെ ശ്രദ്ധയോടുകൂടി ഇരുന്ന് കേൾക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതുപോലെ ആക്റ്റീവായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ദൗത്യം പൂർത്തിയാക്കി. ഓവർ ടു ചെയർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സൂസൻ മാം. ഒരു മെസ്സേജ് ഉണ്ട് രേഖ മാം. ഓ, ഞാൻ വായിക്കാം. ബിൻസു, നമ്മുടെ അസീസ് വിളംബരം, അദ്ദേഹം എല്ലാ ട്രെയിനിങ് കഴിഞ്ഞാലും പെരുമഴ പോലെ കുറച്ച് വേർഡ്സ് നമുക്ക് തരും. പെട്ടെന്ന് അത് ഞാൻ വായിക്കാം. അത് ഒരു നല്ല ഒരു എന്താ പറയാ, നമുക്ക് തരുന്ന ഒരു പ്രശസ്തി പത്രം പോലെ അത്രയും വിലപ്പെട്ടതാണ്. ഞാനത് വായിക്കാം. കുട പോലെ സംരക്ഷണമാകുന്നവൻ ലീഡർ, വടവൃക്ഷം പോലെ കരുത്ത് പകരുന്നവൻ ലീഡർ, വേടന്റെ ജാഗ്രതയുള്ളവൻ ലീഡർ, ചടുല തീരുമാനങ്ങളാൽ വിടവ് നികത്തുന്നവൻ ലീഡർ, വാടാത്ത പൂ പോലെ ഉണർവുള്ളവൻ ലീഡർ, പടുമരം പോലെ വെറുതെ ജീവിക്കുന്നവനല്ല ലീഡർ എന്നുള്ള സത്യങ്ങൾ കെടാത്ത ശബ്ദത്തിൽ മോടിയുള്ള വാക്കുകളിൽ പറഞ്ഞു തന്ന് ഈ പുലർക്കാലം ധന്യമാക്കിയ ബിൻഷുരാജിന് ഹൃദയപൂർവ്വം നന്ദി. സ്നേഹം, അസീസ് വിളംബരം, കോട്ടയ്ക്കൽ. ഒരാൾക്കൂടെ നന്ദി പറയാനുണ്ട്. നമ്മുടെ വെൽക്കം സ്പീച്ച് പറഞ്ഞ ബേബി മനോജ് സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോ എല്ലാവർക്കും ഇന്നലെ എൻ്റെ അടുത്ത് നമ്മുടെ ട്രെയിനർ ചോദിച്ചു, മാം എത്ര പേരുണ്ടാവും ഫ്ലോറിൽ എന്ന് ചോദിച്ചു. അതിന് ഞാൻ പറഞ്ഞു, എന്തായാലും 60ന്റെ മുകളിൽ ആളുണ്ടാവും. അത്രയൊക്കെ ഉണ്ടാവുമോ ചോദിച്ചു. അപ്പൊ ഇന്ന് രാവിലെ ഈശ്വര അത്ര ഉണ്ടാവില്ലേ, ഇന്നലെ എല്ലാവരും സ്പീക്ക് വിത്ത് കോൺഫിഡൻസിനൊക്കെ പോയിട്ട് ഇനി ഉണരാൻ വൈകുമോ എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോ ഒട്ടും കുറയാതെ 60ന്റെ മുകളിൽ ആളുകളൊക്കെ കയറി. വളരെ സന്തോഷം. അപ്പൊ അത് അധികം ഉണ്ടാവാറുണ്ട്. ഇന്നലെ എന്താ കുറച്ച് പ്രോഗ്രാം ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് കുറച്ച് ആളുകൾ കയറാൻ വൈകിട്ടുണ്ടാവുക. എല്ലാവരും ലേറ്റ് ആയി എത്തിയപ്പോഴേ. അപ്പൊ നമുക്ക് ക്ലോസ് ചെയ്യാം. ദ മീറ്റിംഗ് ഇൻ കണക്ഷൻ വിത്ത് 7 AM കോഫി ടോക്ക് ഈസ് ഹിയർ ബൈ അഡ്ജേൺ. ഹാവ് എ നൈസ് ഡേ. ബൈ. റെക്കോർഡിംഗ് ഓഫ് ആക്കിക്കോളൂ.
റെക്കോർഡിംഗ് ഓഫ് ആക്കിക്കോളൂ.